നമസ്കാരം. ഷക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഈ അടുത്ത നാളുകളിൽ വളരെയധികം തെറ്റിദ്ധാരണജനകമായിട്ടുള്ള പ്രചരണങ്ങൾക്ക് വിധേയമാകുന്ന ഒരു സംവിധാനമാണ് EWS സംവരണം. പലപ്പോഴും EWS സംവരണം അതിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ വളരെയധികം ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് EWS സർട്ടിഫിക്കറ്റ്. എന്തുകൊണ്ട് വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ ഈ ഒരു സംവരണത്തിന് നേരെ അഴിച്ചുവിടുന്നു? ഈ അടുത്ത നാളിൽ തന്നെ കേരളത്തിലെ മെഡിക്കൽ കോളേജിലേക്ക് നടന്ന അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പട്ടികയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളും മുഖ്യധാരാ മാധ്യമങ്ങളുമൊക്കെ EWS സംവരണത്തിലൂടെ വലിയ അനീതി സംഭവിച്ചു എന്ന ഒരു നരേറ്റീവ് ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും ചില മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ സംഭവിക്കുന്ന വാർത്തകളും നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ EWS സംവരണം? എന്തുകൊണ്ട് EWS സംവരണത്തിനെതിരെ നിഗൂഢമായിട്ടുള്ള അജണ്ടയോടുകൂടി തന്നെ ചില പ്രചരണങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ഈ വിഷയങ്ങളാണ് ഇന്ന് ഷക്കീന ബിഗ് ഡിബേറ്റിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ സബിൻ തുമ്മുളിൽ, ഒപ്പം തന്നെ റിട്ടയർഡ് മുൻ ഡെപ്യൂട്ടി തഹസീൽദാർ ശ്രീ ആന്റണി ചമ്പക്കുളം, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ അമൽ സിറിയക്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ സബിൻ തുമ്മുളിൽ, നമുക്കറിയാം ഈ ഒരു ചർച്ച ഒരുപക്ഷെ കാണുന്ന ചിലർക്കെങ്കിലും EWS എന്നൊരു വാക്ക് അത്ര പരിചിതമാകണമെന്നില്ല. അതിനാൽ തന്നെ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു ചോദ്യങ്ങൾ ഇതാണ്: എന്താണ് യഥാർത്ഥത്തിൽ EWS സംവരണം? ഇതിലൂടെ ആർക്കാണ് യഥാർത്ഥത്തിൽ നേട്ടം ലഭിക്കുന്നത്? ഫാദർ സബിൻ തുമ്മുളിൽ. ജോർജി, ഇന്ത്യയിൽ സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ഒരാശയം എന്തുകൊണ്ട് രൂപീകരിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, അത് സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ നേരിടുന്ന വിഭാഗങ്ങൾ ഇന്ത്യയിൽ ഒത്തിരി ഉണ്ട് എന്ന ഒരു കണ്ടെത്തലിൽ നിന്നാണ് ഈ സാമ്പത്തിക സംവരണം എന്ന ആശയം രൂപീകരിക്കപ്പെട്ടത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഭരണഘടന രൂപീകരിക്കപ്പെട്ട് ആ വർഷത്തിനുള്ളിൽ ജാതി സംവരണം അവസാനിപ്പിക്കണമെന്നും പിന്നീട് അങ്ങോട്ടേക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംവരണം നൽകുന്നുണ്ടെങ്കിൽ അത് സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളതായിരുന്നു ഭരണഘടന രൂപീകരണ കാലഘട്ടത്തിൽ നടന്നിരുന്ന പ്രധാനമായിട്ടുള്ള ചർച്ച. അപ്പോൾ എന്തുകൊണ്ടാണ് സാമൂഹിക സംവരണം 10 വർഷത്തിനുള്ളിൽ നിർത്തലാക്കണം എന്ന് ചർച്ച വന്നത്? കാരണം ഈ ഇന്ത്യയിലെ സാമൂഹിക പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് ജാതീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ജാതീയമായ പിന്നോക്കാവസ്ഥ നേരിടുന്ന വിഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഭാഗം എന്ന ഐഡന്റിഫൈ ചെയ്തത് ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗമാണ്. അപ്പോൾ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തെ സാമൂഹിക പുരോഗതി ഉള്ളവരാക്കി തീർക്കാൻ ഒരു സംവരണം ആവശ്യമാണ് എന്നതായിരുന്നു ഈ ജാതി സംവരണം ആരംഭിക്കുന്നതിന് പിന്നിലെ ചേതോവികാരം. പക്ഷേ അത് 10 വർഷത്തിനുള്ളിൽ അവസാനിക്കുകയും പിന്നീട് ഇവിടെ ജാതീയമായിട്ടുള്ള ഉണ്ടാവുകയും ചെയ്യരുത് എന്നുള്ള ഭരണഘടനാ ശില്പികളുടെ ദീർഘവീക്ഷണമാണ് ആ സംവരണത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാരണം. ഇനി എന്താണ് യഥാർത്ഥത്തിൽ സാമ്പത്തിക സംവരണം അല്ലെങ്കിൽ EWS എന്ന് പറയുന്ന സംവരണം? അത് ഈ നാട്ടിലെ സാമൂഹിക വ്യവസ്ഥിതിയെ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സ്ഥിതിയാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് രൂപം കൊണ്ട ഒരു സംവരണമാണ്. കാരണം പണമില്ലാത്തവന് നന്നായിട്ട് പഠിക്കാനോ നല്ല യൂണിവേഴ്സിറ്റികളിലേക്കോ അല്ലെങ്കിൽ എന്നാൽ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കോ ഒന്നും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം അതിരൂക്ഷമായിട്ടുണ്ട്. നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാം, കുറഞ്ഞ പക്ഷം ഒരു നീറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പോലും 10,000-കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ ഇന്ന് കോച്ചിങ് സെന്ററുകളിൽ കൊടുക്കേണ്ട വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ നാട്ടിൽ നിലവിലുള്ളത്. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതി സാമൂഹികമായിട്ടുള്ള ഒരു വ്യക്തിയുടെ വളർച്ചയെ വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സംവരണം 2019 NDA സർക്കാർ 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിൽ നടപ്പിലാക്കി. എന്താണ് ഈ സാമ്പത്തിക സംവരണം? അതിന്റെ ഇംഗ്ലീഷിലുള്ള പേര് എക്കണോമിക്കലി വീക്കർ സെഷൻസ് റിസർവേഷൻ എന്നാണ്, EWS. എക്കണോമിക്കലി വീക്കർ സെഷൻസ് റിസർവേഷന്റെ മലയാള തർജ്ജമ എന്ന് പറയുന്നത് സംവരണ ഇതര വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ ജാതി സംവരണം ലഭിക്കാത്ത എല്ലാ വിഭാഗങ്ങൾക്കും അർഹതപ്പെട്ട ഒരു സംവരണമായിട്ട് റിസർവേഷൻ മാറ്റപ്പെടുകയാണ്. അതൊരു ജാതി സംവരണമല്ല. മതമില്ലാത്തവനും ജാതി ഇല്ലാത്തവനും നിരീശ്വരവാദി എന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നവനും അനാഥനായിട്ടുള്ള വ്യക്തിക്കും ഒക്കെ അവകാശപ്പെട്ട ഒരു സംവരണമാണ് ഈ EWS സംവരണം. അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണ്? അതിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ഉള്ളവരായിരിക്കണം. സാമ്പത്തിക പിന്നോക്കാവസ്ഥയാണ് അടിസ്ഥാനപരമായിട്ടുള്ള മാനദണ്ഡം.
ഇതിന് നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ മനസ്സിലാക്കണം. ഒന്ന്, ഈ സംവരണം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലികളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമുള്ള പ്രവേശനത്തിന് ഈ സംവരണം ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് SSC, അതേപോലെ UPSC പോലെയുള്ള പരീക്ഷകൾ, അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള യൂണിവേഴ്സിറ്റികൾ, കോളേജുകളിലേക്കുള്ള പ്രവേശനം. മറ്റൊന്ന്, രണ്ടാമത്തേത്, സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഉദാഹരണത്തിന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ പോലെയുള്ളത് സർക്കാർ കോളേജുകളായി ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അതോടൊപ്പം തന്നെ PSC പോലെയുള്ള പരീക്ഷകൾക്കും ഈ സംവരണം ഉപയോഗിക്കാം. 10% സംവരണം ലഭിക്കുന്നത്. അപ്പൊ ഈ സംവരണം ലഭിക്കാൻ എന്ത് ചെയ്യണം? സർക്കാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് രണ്ട് വിഭാഗങ്ങളിലേക്കും രണ്ട് തരത്തിലുള്ള മാനദണ്ഡങ്ങളാണുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ഈ സംവരണത്തിന് ഒരു വ്യക്തി അർഹതയുള്ളയാളാണോ എന്ന് പരിഗണിക്കുന്നതിന് വേണ്ടി പ്രധാനമായിട്ടും ജനറലി നമുക്ക് രണ്ട് മാനദണ്ഡങ്ങളാണ് ഉള്ളത്. അത് പഞ്ചായത്ത് പ്രദേശത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ആകെ കുടുംബ വാർഷിക വരുമാനം 4 ലക്ഷം രൂപയിൽ കൂടരുത്. ആ വ്യക്തിയുടെ ആകെ കുടുംബത്തിന്റെ ഭൂസ്വത്ത് എന്ന് പറയുന്നത് 2.5 ഏക്കറിൽ കൂടരുത്. അപ്പോൾ ഈ രണ്ട് മാനദണ്ഡങ്ങൾക്കുള്ളിൽ വരുന്ന വ്യക്തികൾക്ക് വില്ലേജ് ഓഫീസിൽ EWS സംവരണത്തിന് അപേക്ഷ സമർപ്പിക്കാം. അടുത്തത്, കേന്ദ്ര സർക്കാരിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ 4 പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, കുടുംബത്തിന്റെ ആകെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ കൂടരുത്. ആകെ കുടുംബത്തിന്റെ കയ്യിലുള്ള കൃഷിഭൂമി 5 ഏക്കറിൽ കൂടരുത്. വീട് 1000 സ്ക്വയർ ഫീറ്റിൽ കൂടരുത്. ഹൗസ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം, വീടിന്റെ ചുറ്റുപാടാണ് ഉദ്ദേശിക്കുന്നത്, അത് 4.16 സെന്റിൽ കൂടരുത്. ഇങ്ങനെ ഈ രണ്ട് വ്യത്യസ്ത മാനദണ്ഡങ്ങളിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജോലിയിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിലേക്കും ഈ മാനദണ്ഡങ്ങൾക്കുള്ളിൽ വരുന്ന ആളുകൾക്ക് സംവരണം ലഭിക്കുന്ന ഒരു സംവരണ തത്വമാണ് EWS എന്ന് പറയുന്ന എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് റിസർവേഷൻ എന്ന് പറയുന്നത്. അത് ബേസിക്കലി, അത് പ്യുവർലി, അത് സാമ്പത്തിക പിന്നോക്കാവസ്ഥയെ വെച്ചുകൊണ്ടുള്ളതാണ്. അതിനകത്ത് ജാതീയതയില്ല. ഇവിടെ VT ബൽറാം ഈ ദിവസങ്ങളിൽ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റിന്റെ അകത്ത് സവർണ ഹിന്ദുക്കളും മുന്നാക്ക ക്രിസ്ത്യാനികൾക്കും ഈ സംവരണം കിട്ടുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ ബോധം, രാഷ്ട്രബോധം എന്ന് പറയുന്നത് ഉള്ളവര് രാഷ്ട്രീയത്തിൽ വരാതിരുന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളിൽ നാട്ടിൽ സംഭവിക്കും എന്നുള്ളത് നമ്മൾ മറക്കരുത്. എന്താണ് യഥാർത്ഥത്തിൽ ഇത്? ജാതിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സംവരണമാണിത്. ജാതി സംവരണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സാമ്പത്തിക സംവരണം കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്, നിലവിൽ ജാതി സംവരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളൊന്നും ഈ സംവരണത്തിന്റെ ഭാഗമാകില്ല എന്നുള്ളതാണ്. മറിച്ച് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യത്തെ ബാധിക്കുകയില്ല. അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളെ ബാധിക്കില്ല. മറിച്ച് നിലവിലുള്ള ഓപ്പൺ കാറ്റഗറി 50% നമുക്ക് നമ്മളുടെ ഈ സംവരണ തത്വം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഈ 2019 വരെ 50% ജാതി സംവരണം, 50% ഓപ്പൺ മെറിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന 50% സീറ്റ്. അതായിരുന്നു ഈ 2019 EWS സംവരണം വരുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്ന ഈ സംവരണ തത്വത്തിന്റെ ക്രമീകരണം. EWS സംവരണം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നിലവിലുള്ള 50% ജാതി സംവരണത്തെ ഒരിക്കലും അത് ബാധിക്കുന്നില്ല. അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. മറിച്ച് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 10% എടുത്തു മാറ്റി അതിനെ EWS കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തി. അപ്പൊ നിലവിലുള്ള സംവരണത്തിന്റെ ഘടന എന്ന് പറയുന്നത് 50% ജാതി സംവരണം, 10% EWS സംവരണം, 40% ഓപ്പൺ മെറിറ്റ് എന്നുള്ളതാണ്. അതിന്റെ അകത്ത് ജാതീയമായിട്ട് പിന്നോക്കാവസ്ഥ നേരിടുന്ന വിഭാഗങ്ങളെ EWS സംവരണം ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മറിച്ച് എന്താണ് ഇതിനകത്ത് ഗുണം കിട്ടുന്നത്? ഗുണം കിട്ടുന്നത് ഓപ്പൺ കാറ്റഗറിയിൽ മത്സരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട സാധാരണക്കാരായ സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ള സംവരണ ഇതര വിഭാഗങ്ങളിലെ ഉദ്യോഗാർത്ഥികൾക്കും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഓപ്പൺ കാറ്റഗറിയിൽ മാത്രമല്ല, അതിനല്ലാതെ തന്നെ ഒരു 10% സംവരണം സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാറ്റിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഗുണം ഉണ്ടാവുക എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുറച്ച് വിദ്യാർത്ഥികൾക്ക് കൂടി ഈ സംവരണത്തിന്റെ സാധ്യത ഉപയോഗിച്ച് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ്. ജാതി സംവരണത്തെ ഒരു തരത്തിലും EWS സംവരണം ബാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും വേണം.
വ്യക്തമാണ്. ഞാൻ ശ്രീ ആന്റണി ചമ്മക്കുളത്തിലേക്ക് വരികയാണ്. നമുക്കറിയാം, ഒരു ഇത്തരത്തിലുള്ള പുതിയ സംവരണ സംവിധാനങ്ങളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ അതിന്റെ ആനുകൂല്യം ലഭിക്കുന്ന വിഭാഗങ്ങൾക്ക് പൂർവ്വ കാലഘട്ടത്തിൽ എന്ത് ലഭിച്ചിരുന്നില്ല എന്നതിനെ ചൊല്ലിയല്ല, എന്ത് പുതിയതായിട്ട് ലഭിക്കും എന്നതിനെ ചൊല്ലിയാണ് പലപ്പോഴും വിമർശനങ്ങൾ ഉയരുന്നത്. അങ്ങ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള സംവരണത്തിന് വെളിയിൽ നിന്ന, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിലെ സിറോ മലബാർ സമുദായം, സിറോ മലങ്കര സമുദായം, ഈ മുന്നോക്കം എന്ന് പറയപ്പെടുന്ന ഇത്തരത്തിലുള്ള ക്രൈസ്തവ സമുദായം, ഇപ്പോൾ ഹൈന്ദവ സമുദായത്തിലെ നായർ സമുദായം, ഈ നിലവിലുള്ള സംവരണത്തിന്റെ ഒരു അശാസ്ത്രീയത മൂലം, EWS സംവരണം വരുന്നതിന് മുമ്പ് നിലവിലുള്ള സംവരണത്തിന്റെ അശാസ്ത്രീയത മൂലം ഇവർ എന്തെല്ലാം പ്രതിസന്ധികളാണ് നേരിട്ടത്, പ്രത്യേകിച്ച് സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. അതിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, ഇപ്പോൾ BT ബൽറാം അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജിന്റെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഈ VT ബൽറാമിന്റെ ഒരു വാചകമുണ്ട്. അതായത്, സവർണ ഹിന്ദു മുന്നോക്ക ക്രിസ്ത്യാനികളിൽ 2842 റാങ്കുകൾക്ക് വരെ ആദ്യ അലോട്ട്മെന്റിൽ തന്നെ സീറ്റ് നേടാനായി എന്ന് കാണാനാകും. അത് അത്ര വലിയൊരു പാതകമാണോ ശ്രീ ആന്റണി ചമ്പക്കുളം? കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ഒരു അറിവില്ലാതെ എന്തെങ്കിലും പറയുന്നതിന് വേണ്ടി പറയുന്ന ചിലർ പടച്ചുവിടുന്ന ചില വാർത്തകളാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്നതും, അതുപോലെ തന്നെ ബഹുമാന്യനായ ഒരു രാഷ്ട്രീയ നേതാവ് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തത്. 30/7/2025 എൻട്രൻസ് എക്സാമിനേഷൻ കമ്മീഷണർ പുറപ്പെടുവിച്ച കാറ്റഗറി ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആദ്യ അലോട്ട്മെന്റിൽ എത്ര ആളുകൾക്ക് വരെ, എത്ര കുട്ടികൾക്ക് വരെ MBBSനും BDSനും പ്രവേശനമുണ്ട് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നാണ് ഒരു ചാനലിലും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവും EWS വിഭാഗത്തിന് എന്തൊക്കെയോ കിട്ടുന്നു എന്നുള്ള തരത്തിൽ പ്രസ്താവന ഇറക്കി വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നത്. എനിക്കിങ്ങനെയുള്ളവരോട് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് മറിച്ചു നോക്കണം. എന്താണ് സംവരണം, അല്ലെ എങ്ങനെയാണ് സംവരണം, എങ്ങനെയാണ് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്നൊക്കെ ചുമ്മാതെ സമയം കിട്ടുമ്പം ഈ പ്രീണനം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ പറഞ്ഞു 2842 പേരാണ് EWS സംവരണം വഴി ഇത്തവണ MBBSന് പ്രവേശനം നേടിയതെന്ന് പറഞ്ഞു. ശുദ്ധ മണ്ടത്തരമാണ് ഈ എഴുന്നള്ളിച്ചവരെല്ലാം എഴുന്നള്ളിച്ചത്. കാരണം കേരളത്തിൽ 10% EWS സംവരണം അനുവദിച്ചത്. ആദ്യത്തെ 100 റാങ്കിൽപ്പെട്ട 3 EWSകാരേ ഉള്ളൂ MBBSന്. അതുപോലെ തന്നെ 2842 പേരുടെ വിവരം പറഞ്ഞപ്പോൾ അതിലാകെ കിട്ടിയത് 163 പേർക്കാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നോക്കണം, 9% സംവരണം ഈ എൻട്രൻസിനുള്ള അല്ലെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 100-ൽ 34 പേര് പ്രവേശനം നേടിയിട്ടുണ്ട്. 100-ലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനിയും അവരുടെ എണ്ണം 916 വരെ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാണ് പലരും വിലപിക്കുന്നതും പ്രലപിക്കുന്നതും. പക്ഷേ ഈ 916 പേരുടെ എണ്ണം പറഞ്ഞപ്പോൾ വന്ന മുസ്ലിമിന്റെ എണ്ണം 387 പേരാണ്. ഒന്നുകൂടെ ഓർത്തിരിക്കണം, 916 പേര് അവരുടെ റാങ്ക് ലിസ്റ്റിൽ 916-ാമത്തെ ആളെ വന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അവിടെ 387 പേർക്ക് പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മറ്റൊരു വിഭാഗം, ഈഴവ വിഭാഗം. മുസ്ലിമിന്റെ അത്രയും വന്നിട്ടില്ല, എന്നിരുന്നാൽ പോലും ആദ്യത്തെ 100-ൽ 11 പേർക്ക് അവിടെ പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. മുന്നോട്ട് വന്നാൽ അവരുടെ റാങ്ക് 1627 ആകെ ഈ 1627 വരുമ്പോൾ 228 പേർക്ക് പ്രവേശനം ലഭിച്ചു. എന്തുകൊണ്ട്? ഈ 3 കാറ്റഗറി മാത്രം വേണ്ട, ഒന്നുകൂടെ എടുക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും കൂടെ നോക്കാം. 8% സംവരണമുള്ള പട്ടികജാതിക്കാരുടേത് റാങ്ക് ലിസ്റ്റ് 14,160. അങ്ങനെ നോക്കിയാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവേശനം നേടിയത് പട്ടികജാതിക്കാരാണെന്ന് ഇവർ പറഞ്ഞു കളയുമല്ലോ. അടുത്തത് പട്ടികവർഗത്തിന്റെ നോക്കിയാൽ അതിനും മുകളിലാണ്, 24,188. പക്ഷേ ആദ്യത്തെ 100-ൽ ഒരു പട്ടികവർഗക്കാരൻ പോലും ഇല്ല. ഇത്രയും വരെ വന്നിട്ടും ഈ പ്രവേശനം നേടിയ ആകെ പട്ടികവർഗത്തിന്റെ എണ്ണം എത്രയാണെന്നറിയാവോ? വെറും 33 പേരാണ് പട്ടികവർഗത്തിൽ നിന്ന് നേടിയത്. അതുപോലെ പട്ടികജാതിയിൽ നിന്ന് 200 പേര്,
എന്ന് പറയും പോലെ EWS നിന്ന് ഈ സകല വിഭാഗങ്ങളിൽ നിന്ന് സംവരണരഹിത സമുദായങ്ങളിലെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ഇത്രയും ഏറെ ആളുകൾ ഉണ്ടായിട്ട് അതിൽ നിന്ന് ആകെ കിട്ടിയത് 163 പേർക്കാണ്. വെറുതെ കണക്ക് നോക്കാതെ അതും ഇതുമൊക്കെ പറയുന്നവർക്ക് പറയാൻ എളുപ്പമുള്ള ഒരു കാര്യം നേരത്തെ അച്ഛൻ പറഞ്ഞായിരുന്നു. സവർണ ഹിന്ദുക്കളും മുന്നോക്ക ക്രിസ്ത്യാനികളും എന്ന ഒരു വാക്ക് ഉപയോഗിച്ച് ഇവിടുത്തെ സമൂഹത്തെ രണ്ടായി ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ സംവരണം വരുന്നതിന് മുൻപ് മൊത്തത്തിൽ എടുത്താൽ ഇന്ത്യയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് എന്ത് കിട്ടിയിരുന്നു? ആദ്യത്തെ 10 വർഷത്തേക്ക് വേണ്ടി 1950 ആയിരത്തെ 10 വർഷത്തേക്ക് വേണ്ടി പട്ടികജാതി പട്ടികവർഗ സംവരണം കൊണ്ടുവന്നിട്ട് നീട്ടി ഇത്രയും കാലം വരെ വന്നു. 70 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു സാമ്പത്തിക സംവരണത്തിലേക്ക് വരാൻ. ഈ സാമ്പത്തിക സംവരണത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതേതാണ്ട് വലിയ പാതകമാണെന്ന് പറഞ്ഞ് അർഹതപ്പെട്ടവർക്ക് പോലും ഈ EWS സർട്ടിഫിക്കറ്റ് നൽകാതെ അവരെ ഈ സമുദായത്തിലെ അല്ലെ പൊതുവിഭാഗത്തിന്റെ പൊതുധാരയിൽ നിന്ന് പിന്നിലേക്ക് തള്ളിക്കളയാനാണ് ശ്രമിച്ചത്. ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിൽ നിന്നുള്ള ആളുകൾ EWS സംവരണം വഴി കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ ജോലിക്കോ വിദ്യാഭ്യാസത്തിനോ പ്രവേശിക്കുന്നവരുടെ എണ്ണം പരിശോധിച്ചാൽ വളരെ കുറവാണ്. കാരണം എന്താണെന്നറിയാവോ? പലയിടങ്ങളിലും യഥാസമയം അവർക്ക് സാക്ഷ്യപത്രങ്ങൾ ലഭിക്കാറില്ല. ഇവിടെ 2 പ്രശ്നങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, EWS സാക്ഷ്യപത്രത്തിന് സംസ്ഥാനത്തിനൊരു മാനദണ്ഡവും കേന്ദ്ര സർക്കാരിനൊരു മാനദണ്ഡവുമാണ്. ഞാനൊരു റവന്യൂ ഉദ്യോഗസ്ഥനായിരുന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് തോന്നുന്ന കേരളത്തിൽ ആദ്യമായിട്ട് EWS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത, സംസ്ഥാന ആവശ്യത്തിന് വേണ്ടി ഇഷ്യൂ ചെയ്തതും അതുപോലെ കേന്ദ്ര ആവശ്യത്തിന് വേണ്ടി റിപ്പോർട്ട് നൽകിയ ഒരു വ്യക്തിയും ഞാനാണ് എന്ന് വിശ്വസിക്കപ്പെടുകയും അതിൻ്റെ ചില കാര്യങ്ങൾ സഹിക്കേണ്ടി വരികയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയാം, കേരള മാനദണ്ഡം കേന്ദ്ര മാനദണ്ഡം ഈ 2 കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് ഇത് വേണ്ട എന്ന് വയ്പ്പിക്കുന്ന ഒരു മനോഭാവം ചിലരുടെയെങ്കിലുമൊക്കെ മനസ്സിലിരിപ്പുണ്ട്. ഈ സാമ്പത്തിക സംവരണം ഇത് പൊളിച്ചടുക്കണം എന്ന് ചിന്തിക്കുന്ന ഇതുപോലുള്ള രാഷ്ട്രീയക്കാരും ചാനലുകാരും അതുപോലെ ഒരു പറ്റം ഉദ്യോഗസ്ഥരും ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള ഒരു സംശയം തന്നെയാണ് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകളിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഒരു കാര്യം കൂടെ പറയാം, ഇനിയെങ്കിലും ഈ മാന്യന്മാരോട് പറയാനുള്ളത്, പ്ലീസ് പഠിച്ചിട്ടേ വിളിച്ചു പറയാവുള്ളൂ. കണക്കാണിത്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും, എല്ലാവരും ഇതിന്റെ പിന്നാലെ വരണമെന്നില്ല. എന്തെങ്കിലും കേട്ടു അത് സത്യമാണെന്ന് പറഞ്ഞു പോകുന്നത്. പണ്ട് കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അരിയും തിന്ന് വീട്ടുകാരത്തെയും കടിച്ചു പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പെന്ന്. കഴിഞ്ഞ 70 വർഷമായിട്ട് സാമ്പത്തികമായിട്ടും സാമൂഹികമായും പിന്നോക്കം നിന്ന ഇന്നാട്ടിലെ ജനനം കൊണ്ട് ഇദ്ദേഹം പറഞ്ഞതുപോലെ, ഈ പ്രമുഖ രാഷ്ട്രീയ നേതാവ് പറഞ്ഞതുപോലെ, സവർണ ജാതി തന്നെ ആയിക്കോട്ടെ അല്ലെ മുന്നോക്ക ക്രിസ്ത്യാനി തന്നെ ആയിക്കോട്ടെ, ജനിച്ചു പോയത് കൊണ്ട് അവൻ രക്ഷപ്പെടരുതെന്ന് പറയാനായിട്ട് ഇവിടെ ആർക്കും അവകാശമില്ല. അങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന വാക്കുകൾ ഉപയോഗിച്ച് സമൂഹത്തെ രണ്ടായി തിരിക്കുന്ന ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണക്ക് പഠിച്ചിട്ടേ കണക്ക് അവതരിപ്പിക്കാൻ വരാവുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണക്കാര് ഇത് നോക്കിയിരിക്കുക, അപമാനിതരായി പിന്നോക്കം പോകരുത്. ഓർക്കുക, ആകെ 163 പേർക്കാണ് EWSന്റെ പ്രയോജനം ഇവിടെ കിട്ടുന്നത്. അതേസമയം 387 പേർ മുസ്ലിം വിഭാഗത്തിൽ നിന്നും 228 പേർ ഈഴവ വിഭാഗത്തിൽ നിന്നും 200 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഇതിന്റെ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. അവിടെ പട്ടികവർഗത്തിന്റെ റാങ്ക് ലിസ്റ്റ് 24,188 ആകുമ്പോൾ വെറും 38 പേരാണ് അതിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇവിടുത്തെ കണക്ക് നോക്കണം, കൃത്യമായിട്ട് പഠിക്കണം. വെറുതെ സമുദായങ്ങൾ തങ്ങളിലോ ജാതി തങ്ങളിലോ ആളുകൾ നമ്മളിലോ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ടാകരുതേ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ചാനൽ റിപ്പോർട്ടേഴ്സും ശ്രമിക്കേണ്ടത് എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ മുസ്ലിം സമുദായത്തിന്റെ അവസാന റാങ്കിനെ കുറിച്ച് ഒരുപക്ഷെ സാധാരണക്കാർക്ക് ഒരു ബോധ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടൊന്ന് പറയാം. ഈ സാധാരണ അലോട്ട്മെന്റ് നടത്തുമ്പോൾ ലാസ്റ്റ് റാങ്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാസ്റ്റ് റാങ്ക് പബ്ലിഷ് ചെയ്യുന്ന വരെയുള്ളവർക്ക് ഗവൺമെന്റ് സീറ്റിൽ പ്രവേശനം ലഭിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം സമുദായത്തിന്റെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 916 ആണ്. 916 എത്തുമ്പോഴേക്കും 387
വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് സീറ്റിൽ പ്രവേശനം നേടാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതിവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് മുസ്ലിം സമുദായം ജാതി സംവരണത്തിന്റെ സാധ്യതകൾ ഇതിനോടകം തന്നെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ സാമൂഹിക വിദ്യാഭ്യാസ പുരോഗതി മറ്റ് സമുദായങ്ങളെക്കാൾ മുകളിലായി തീർന്നതുകൊണ്ടാണ് കേവലം 916 റാങ്കിലെത്തുമ്പോഴേക്കും 387 പേർക്ക് ഗവൺമെന്റ് സീറ്റിൽ പ്രവേശനം നേടാൻ കഴിയുന്നത്. ഈഴവ സമുദായത്തിലേക്ക് വരുമ്പോൾ അത് 1627 റാങ്കാണ്. അവിടെ 228 പേർക്ക് ഓൾറെഡി ഈ ഗവൺമെന്റ് സീറ്റിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ജാതി സംവരണം അതിന്റെ ഫലം കണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം സാമൂഹിക പിന്നോക്കാവസ്ഥ ഇവിടെ ഇല്ല. ഇപ്പം സാമൂഹിക പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയധികം ആളുകൾ ഈ സംവരണ വിഭാഗത്തിൽ നിന്ന് ജാതി സംവരണ വിഭാഗത്തിൽ നിന്ന് ഗവൺമെന്റ് മെഡിക്കൽ സീറ്റിലേക്ക് എത്തില്ലായിരുന്നു. നേരെ മറിച്ച് EWSലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് 2842 റാങ്ക് വരെ എത്തണം എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ജനസംഖ്യ അവിടെ കുറവായിട്ട് പോലും ഇത്രയും താഴേക്കുള്ള റാങ്കിലേക്ക് പോവുകയും അത്രയും താഴേക്ക് പോയിട്ട് അവിടെ 163 പേർക്ക് മാത്രമേ പ്രവേശനം ലഭിക്കുകയും ചെയ്തുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അനുമാനിക്കേണ്ട കാര്യം എന്താണ്? സാമൂഹികമായിട്ടുള്ള വലിയ പിന്നോക്കാവസ്ഥ, സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ള വിഭാഗങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. യെസ്, വ്യക്തമാണ്. ഞാൻ അമലിലേക്ക് വരിക. അമൽ ഈ പറയുന്നത് പോലെ കേരളത്തിലെ ഒരു ജനസംഖ്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള സംവരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ VT ബൽറാമിന്റെ മറ്റൊരു വിലാപം കൂടി നാം കാണാതെ പോകരുത്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ജനസംഖ്യയിൽ 27% മുസ്ലിങ്ങൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് വെറും 8% സംവരണമുള്ളൂ. എന്നാൽ ജനസംഖ്യയിൽ പരമാവധി 22 മുതൽ 23% മാത്രം വരുന്ന EWS വിഭാഗങ്ങൾക്ക് 10% സംവരണമാണ് എന്നത് അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തുന്നതായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുന്നു. അടുത്തൊരു വാചകമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. OBC വിഭാഗങ്ങൾക്ക് മൊത്തത്തിൽ ഉദ്യോഗസ്ഥ മേഖലയിൽ 40% സംവരണമാണ്. എന്നാൽ വിദ്യാഭ്യാസ മേഖലയിൽ 20 മുതൽ 30% വരെ സംവരണമേ ഉള്ളൂ. അത് വിദ്യാഭ്യാസ മേഖലയിലും 40% സംവരണത്തിലേക്ക് വന്നെങ്കിൽ മാത്രമാണ് ഇവിടെ അസമത്വം ഇല്ലാതാവുകയുള്ളൂ എന്ന ഒരു കാര്യം VT ബൽറാം പറയുന്നു. ഇതൊക്കെ നടപ്പാക്കിയാൽ ഇവിടെ സമത്വമാണോ അതോ അനീതിയാണോ നടപ്പാവുക? അമൽ ശ്രീയക്. തീർച്ചയായിട്ടും ഈ EWS വിഷയം വന്ന സമയത്ത് തന്നെ പ്രതികരിച്ച ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് ഈ VT ബൽറാം എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സമത്വം അല്ലെങ്കിൽ സാഹോദര്യം അല്ലെങ്കിൽ വേർതിരിവില്ലാത്ത ഒരു മാനുഷിക ജീവിതം പുലരുന്ന ഒരു കാലഘട്ടം കണ്ടുകൂടാത്ത ചില രാഷ്ട്രീയ നേതാക്കളിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഈ VT ബൽറാം എന്നാണ് മനസ്സിലാക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഈ സാമ്പത്തിക സംവരണം ഏകദേശം നമുക്കറിയാം 2019 ജനുവരി മാസമാണ് നമ്മുടെ ഇന്ത്യയിൽ അത് വരുന്നത്. അന്ന് ഇന്ത്യയിൽ ഈ ഒരു സാമ്പത്തിക സംവരണം വന്നപ്പം പോലും കേരളം അത് ഏറ്റെടുക്കാൻ പോലും ഒരു മനോവിഷമം പോലെയായിരുന്നു. അതായത് സർക്കാരിന് താല്പര്യമില്ല, പ്രതിപക്ഷമാകട്ടെ അതിനായിട്ടൊരു ആവശ്യപ്പെടാത്ത ഒരു അവസ്ഥാവിശേഷം കൂടിയാണ് കടന്നു വന്നത്. പിന്നീട് പല ചോദ്യം ചെയ്യലിലൂടെയൊക്കെ പലപ്പോഴായിട്ട് വന്ന ചർച്ചകളിലൂടെയൊക്കെ ഒരു EWS കമ്മീഷനൊക്കെ അവർ വെച്ചു. EWSനെ കമ്മീഷൻ വെച്ച് കമ്മീഷൻ ഒരു പഠനം നടത്തി. ആ പഠനം നടത്തിയ തൈക്കാട് ഗസ്റ്റ് ഹൗസ് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു സിറ്റിംഗ് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അവിടെ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗവൺമെന്റിന് ഒട്ടും താല്പര്യമില്ലാതെ നടത്തുന്ന ഒരു കമ്മീഷൻ പോലെയാണ് ഈ EWS കമ്മീഷനെ കാണുകയുണ്ടായത്. മാത്രമല്ല ഈ കമ്മീഷൻ അതിന്റെ വിലയിരുത്തലെല്ലാം കൊടുത്തു. ഒക്ടോബർ മാസം കേരള ക്യാബിനറ്റ് അത് അംഗീകരിച്ചു. പക്ഷെ എന്നിട്ടും പിന്നെ അവർ മാസങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാസങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ധാരാളം PSCയുടെ നിയമനങ്ങൾ അവര് വിളിച്ചിട്ട് അവസാനം അതിന്റെ ഡേറ്റ് എല്ലാം അപേക്ഷാ ഡേറ്റ് അവിടെ തീർക്കുന്നു. അങ്ങനെ എല്ലാം തീർന്ന് ഏകദേശം PSCയുടെ നല്ലൊരു ശതമാനം ഒഴിവുകളിലേക്കുള്ള ഒരു ആപ്ലിക്കേഷന്റെ സമയപരിധി കഴിഞ്ഞതിന് ശേഷമാണ് EWS നടപ്പിലാക്കാനായിട്ട് 2020 ജനുവരി മാസം കേരള സർക്കാർ തയ്യാറാകുന്നത് പോലും. അങ്ങനെ തയ്യാറായിട്ടും വീണ്ടും അതിന് പല ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വൈകിപ്പിക്കുന്നു. മാത്രമല്ല ഈ കമ്മീഷനെ പോലും ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം അങ്ങനെയൊക്കെ ഒരു കാലയളവിൽ വീണ്ടും ഒരു സിറ്റിംഗ് നടത്താം, ഇതിന്റെ നിബന്ധനകളിൽ ക്രൈറ്റീരിയയിലെ വ്യത്യാസങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കും, അതിനെപ്പറ്റി പഠനമൊക്കെ നടത്താം എന്ന രീതിയിലൊക്കെയായിരുന്നു ആദ്യം പരാമർശിച്ചത്. പക്ഷെ പിന്നീട് ഇവിടെ നോക്കുവാണെങ്കിൽ ഈ 2019 കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഈ കമ്മീഷന്റെ ഒരു സിറ്റിംഗ് പൊതുവായിട്ട് നടത്തുന്നതായിട്ടോ ഈ ഒരു ക്രൈറ്റീരിയയിൽ കൃത്യമായിട്ടൊരു മാനദണ്ഡങ്ങളിൽ വ്യത്യാസം വരുത്തുന്നതായിട്ടോ കൃത്യമായ ഒരു പഠനം EWS വിഷയത്തിൽ അത് അർഹമായ ക്രൈറ്റീരിയ ആണോ അതിനകത്ത് വെച്ചിരിക്കുന്നത് പോലും ഒന്ന് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനോ പോലും തയ്യാറാകാത്ത വിധത്തിലേക്ക് ആ കമ്മീഷൻ മാറുകയും സർക്കാർ അങ്ങനെ ഒരു താല്പര്യം
ഇല്ലാതായി പോവുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മാത്രമല്ല, ഈ VT ബൽറാമിനെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ EW സംവരണം വന്ന സമയത്ത് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ അന്ന് ഇറക്കിയിരുന്നു. അന്ന് ഇറക്കിയതിനകത്ത് പുള്ളി EW സംവരണം എന്ന് പറഞ്ഞുകൊണ്ടല്ല ഈ സംവരണത്തെ പരാമർശിച്ചത്, പൂർണ്ണമായിട്ടും സവർണ സംവരണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അന്ന് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഫോൺ വിളിക്കുകയും പുള്ളിയോട് സംസാരിക്കുകയും ചെയ്ത ഒരാളാണ്. അന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഞാനൊക്കെ ഏത് സവർണ വിഭാഗത്തിൽ അംഗമായിട്ടുള്ള വ്യക്തിയാണെന്നൊക്കെയാണ് ജനങ്ങളോട് ചോദിച്ചത്. കാര്യം എന്താണ് ഈ സവർണ തത്വം അല്ലെങ്കിൽ സവർണ തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഈ സവർണനെ നിങ്ങൾ നിർണ്ണയിക്കുക? ചുമ്മാ കുറെ ആൾക്കാരെ ചുമ്മാ സവർണരായിട്ട് അങ്ങ് പരിഗണിച്ചിട്ട് ഒരു വിഭജനം ഉണ്ടാക്കുന്ന ഒരു അരാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയമാണ് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഞാനൊക്കെ ഒരു സുറിയാനി ക്രിസ്ത്യൻ അല്ലെങ്കിൽ നസ്രാണിയാണ്, ഞങ്ങളൊക്കെ ആരെയാണ് ഇത്രമാത്രം എന്താ പറയുക ജാതീയമായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ വിവേചിച്ചതോ അല്ലെങ്കിൽ വേർതിരിച്ചതോ? എല്ലാവരും ഉന്നമനത്തിനായി ശ്രമിച്ച ഒരു സമൂഹമാണ് ശരി പറയുക കേരളത്തിലെ ഈ സുറിയാനി ക്രിസ്ത്യൻ അല്ലെങ്കിൽ നസ്രാണികൾ എന്ന് പറയുന്നത്. പക്ഷെ അവരെയൊക്കെ സവർണ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ജാതിബോധത്തിന്റെ തലത്തിൽ കൊണ്ട് നിർത്തിയിട്ട് എന്ത് നേട്ടമാണെങ്കിലും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകാത്തത്. മാത്രമല്ല, പിന്നീട് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്നത്തെ പോസ്റ്റിൽ അല്ലെങ്കിൽ ഇപ്പം വന്ന പോസ്റ്റിൽ ഈ പരമാവധി പുള്ളി സവർണ സംവരണം എന്നുള്ള ടേം മാറ്റി ഇപ്പൊ EWS എന്നൊക്കെ തന്നെ എഴുതുന്നുണ്ട് പുള്ളി. മാത്രമല്ല, അവിടെ സവർണ ക്രിസ്ത്യാനി എന്നൊക്കെയുള്ള പരാമർശങ്ങളിൽ നിന്ന് പുള്ളി ഒരു മുന്നോക്ക ക്രിസ്ത്യാനി എന്ന ടീമിലേക്കൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ അകത്ത് ഇന്നും കുത്തിത്തിരിപ്പിനുള്ള ശ്രമങ്ങൾ ഇതുപോലുള്ള ഒരു പ്രമുഖമായ രാഷ്ട്രീയക്കാരനാണല്ലോ പുള്ളി, അവരൊക്കെ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് അവസാനം അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിന് പുള്ളി ഒരു സപ്പോർട്ട് പിടിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ജാതി സംവരണം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാടുകൾ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ്. അതായത് ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തെ പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള ഈ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർക്കെതിരെ തിരിക്കുന്നതും അവർക്ക് അല്ലെങ്കിൽ മറ്റു ചില തൽപര കക്ഷികൾക്ക് വേണ്ടി കുഴലൂതുന്ന രീതിയിലേക്കുള്ള പെരുമാറ്റത്തിലേക്കും ഒരു രാഷ്ട്രീയത്തെ മുഴുവൻ, ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തെ മുഴുവൻ കൊണ്ടുപോകുക എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വേദനാജനകമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെ നമുക്കറിയാം ഈ ക്രിസ്ത്യാനികൾ നല്ലൊരു ശതമാനം ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കിടക്കുന്നവരാണ്. എന്നാൽ അതേസമയം കോൺഗ്രസിന് വേണ്ടി ഈ കൊടി പിടിക്കുകയും ഇതിനുവേണ്ടി ജയ് വിളിക്കുകയും മുന്നോട്ട് നടക്കുന്ന അവരുടെ തന്നെ ജീവിതം പോലും അല്ലെ അവരുടെ കുടുംബത്തെ പോലും താറുമാറാക്കുന്ന വിധത്തിലുള്ള ഈ തീരുമാനങ്ങളും അല്ലെങ്കിൽ നടപടിക്രമങ്ങളുമായിട്ടാണ് ഇതുപോലുള്ള രാഷ്ട്രീയ നേതാക്കൾ, കോൺഗ്രസ് രാഷ്ട്രീയ നേതാക്കൾ മുന്നോട്ട് പോവുക. എന്നാൽ ഈ ചതി തിരിച്ചറിയാതെ ഇന്നും ഇങ്ങനെ പുറകെ നടക്കുന്ന ക്രിസ്ത്യാനികൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചിന്തനം ചെയ്യേണ്ടതാണ്, നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റിൽ പോലും ഒരു സംഘടിത മതവിഭാഗം അല്ലെങ്കിൽ സംഘടിത ആളുകളാണ് അദ്ദേഹത്തിനുള്ള സപ്പോർട്ട് കൊടുക്കുകയും ഈ തെറ്റായ ഈ പോസ്റ്റിന് ഇതിനകത്തൊരു തെറ്റുണ്ടെന്ന് പോലും ചൂണ്ടിക്കാണിക്കാതെ അതിനെ നിരുപാധികം പിന്തുണ അർപ്പിച്ചുകൊണ്ട് നാളെയും പുള്ളിക്ക് കൂടുതൽ പോസ്റ്റ് എഴുതാനായിട്ട് അല്ലെങ്കിൽ നാളെയും കൂടുതൽ ഈ വിഷയത്തിൽ സംസാരിക്കാനായിട്ട് പുള്ളിയെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പൊക്കി വിട്ടുകൊണ്ടിരിക്കുക. ഇത്തരത്തിലുള്ള ഈ കള്ള പ്രചാരണങ്ങൾക്ക് കൂടുതലായിട്ടും ഈ ഒരു പ്രചരണം കൊടുത്തുകൊണ്ട് ചില സംഘടിത വിഭാഗം ഇവിടെ നടപ്പിലാകുമ്പോൾ ഇവിടെയുള്ള പാവങ്ങൾ പിന്നെ എവിടെ പോകുമെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇവിടെയുള്ള പാവങ്ങള്, അവരുടെ കുടുംബങ്ങള് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിലെ കുട്ടികള്, അവർക്കൊക്കെ പിന്നെ എവിടെയാണ് അഭയം? ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിലേക്ക് തൃണവൽക്കരിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം തന്നെ ഒരു താഴെക്കിടയിലേക്ക് പോകാനായിട്ട് കൽപ്പിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് ഇവിടെയുള്ള ഈ പാവപ്പെട്ട ക്രിസ്ത്യാനികളും അതിനകത്ത് ഇരയായി മാറുന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ചിന്തിക്കേണ്ടതായിട്ടാണ്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയാനായിട്ടാണെങ്കിൽ നമുക്കറിയാം ഈ ശരിക്കും ഈ സംവരണം എങ്ങനെയാണ് വന്നത് അല്ലെങ്കിൽ സാമ്പത്തിക സംവരണം എങ്ങനെയാണ് വന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രയോജനം നേരത്തെ അച്ഛനാണെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബൽറാമിനെ പോലെയുള്ള ആൾക്കാര് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ എഴുതുമ്പോൾ അവർക്ക് SC/ST വിഭാഗത്തെ പറ്റി അവിടെ വേദനയില്ല. ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് നമ്മൾ നോക്കിയാൽ മതി, പ്രധാനമായിട്ടും മുസ്ലിം സമൂഹത്തിന് വേണ്ടിയാണ് അദ്ദേഹം കൂടുതലായിട്ട് വേദന എടുക്കുന്നത്. മാത്രമല്ല, പിന്നെ ഈഴവ സമൂഹം അവിടെയുള്ള SC/ST വിഭാഗത്തിന്റെ റാങ്ക് പട്ടിക എങ്ങനെയാണ് ഈ 14,000 അല്ലെങ്കിൽ 10,000 മേളിലേക്ക് പോയത് അല്ലെങ്കിൽ 20,000 മേളിലേക്ക് പോയത്, അതെങ്ങനെയാണ് പോയത്, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ ഇന്ന് എന്താണ്? അർഹതപ്പെട്ട സംവരണത്തിന് അവകാശികൾ അവരല്ലേ? അവരെ വേണ്ട പരിപോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ പരിപോഷിപ്പിക്കാനുള്ള ചില ഉത്തരങ്ങൾ കണ്ടെത്തുന്ന രീതിയിലേക്ക് വേണ്ട ഇദ്ദേഹം ശ്രമിക്കാനായിട്ട്. പക്ഷെ അതിനൊന്നും ഇദ്ദേഹം ശ്രമിക്കാതെ ചില സംഘടിത ഒരു വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള തരം താഴ്ന്ന രാഷ്ട്രീയ കളിയല്ലേ ഇതുപോലുള്ള പോസ്റ്റുകളിലൂടെയും പ്രസ്താവനകളിലൂടെയും ഒക്കെ നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ അത് വേണം ആലോചിക്കാനായിട്ട്.
ഇവിടെ സംവരണം വേണം, സംവരണം വേണം, സംവരണം വേണം എന്ന് പറയുമ്പോഴും ഇവരാരും SC/ST വിഭാഗത്തെ സംവരണത്തെ പറ്റി അല്ല ആധികാരികമായിട്ട് പറയുന്നത്. പക്ഷെ പഴി മുഴുവൻ SC/ST വിഭാഗത്തിന് കൊടുക്കുകയും ചെയ്യും. എന്നാൽ അതേസമയം ഇവിടെ ഈ മുസ്ലിം അല്ലെങ്കിൽ ഈഴവ അങ്ങനെ തുടങ്ങിയ OBC സംവരണത്തിലേക്ക് കൂടുതലായിട്ട് ഇവര് നോക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അനീതി നിറഞ്ഞ ഒരു പ്രവണതയല്ലേ എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത്. മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ 40% ശരിക്കും പറഞ്ഞ OBC സംവരണത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അതേസമയം ഈ SC/ST വിഭാഗത്തിന് വിഭാഗത്തിന് 8%, ST വിഭാഗത്തിന് 2% അവിടെ കൊടുക്കുക. എന്തുകൊണ്ട് ഈ SC/ST വിഭാഗത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ST വിഭാഗത്തിന്റെ ഒക്കെ ഈ 2% എന്നുള്ളത് ഇച്ചിരി കൂട്ടിക്കൊടുത്തുകൊണ്ട് അത് ഒരു 8, 6, 7 ഒക്കെ ആക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് OBC വിഭാഗത്തിന്റെ സംവരണത്തെ അല്പം കുറയ്ക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ മുസ്ലിം സംവരണം 12%. അതേപറ്റി ഒന്നും അദ്ദേഹം പറയുന്നില്ല. 10% EW സംവരണം 10% എന്ന് പറയുമ്പോഴും മുസ്ലിം സമൂഹത്തിന് 12% പറ്റിയും ഈഴവ സമൂഹത്തിന് 14% പറ്റിയും അദ്ദേഹം കൃത്യമായി അവിടെ മൗനം പാലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതിനകത്ത് ഒരു കാര്യം കൂടി ഒരു ക്ലാരിറ്റി വരുത്താൻ ഇരിക്കുന്നത്, ഇപ്പൊ മുസ്ലിം സമുദായത്തിന് ഈ സംവരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പല ചർച്ചകളും സൂചിപ്പിച്ചതാണ്. അതിൽ പല പിന്നോക്കം നിൽക്കുന്ന പല ഉപവിഭാഗങ്ങളെ ലക്ഷ്യമിട്ടിട്ടായിരുന്നു അത്തരത്തിലുള്ള സംവരണം. പക്ഷെ അതിന്റെ ഒരു ആനുകൂല്യം അവർക്ക് ലഭിക്കുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരൊന്നും തന്നെ അതുപോലുള്ള പരാമർശങ്ങൾ നടത്താതെ പ്രത്യേകം ശ്രദ്ധിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ മുസ്ലിംസ് എങ്ങനെയാണ് ഈ മുസ്ലിം സമൂഹത്തിന് ഇങ്ങനെ ഒരു സംവരണം കൊടുക്കുക, അതിനെപ്പറ്റി എന്തുകൊണ്ട് ഇവരാരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ വിചിത്രമായിട്ട് കാണുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ കുടുംബം പോലെയുള്ള, തങ്ങൾ വിഭാഗം പോലെയുള്ള മുന്നോക്കത്തെക്കാളും ഉന്നത ഒരു തലത്തിലാണല്ലോ അവരെയൊക്കെ കാണാൻ സാധിക്കുക. അപ്പൊ അത്തരത്തിലുള്ള മുന്നോക്കരായിട്ടുള്ള തങ്ങൾ വിഭാഗക്കാർ പോലും ഈ മുസ്ലിം സമൂഹത്തിന്റെ സംവരണം അല്ലെങ്കിൽ മുസ്ലിം സംവരണത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു വിവരം ഈ പണ്ട് ബെൽട്രാമിനെ വിളിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചൊരു കാര്യമാണ്. എങ്ങനെയാണ് തങ്ങൾ കുടുംബത്തിന് ഒക്കെ അല്ലെങ്കിൽ തങ്ങൾ വിഭാഗത്തിനൊക്കെ ഈ മുസ്ലിം സംവരണം കിട്ടുക, സാർ എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി സംസാരിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അതിലൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം മൗനം പാലിക്കുന്നതായിട്ടൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മാത്രമല്ല ഇത്തരത്തിലുള്ള നമുക്കറിയാം മുസ്ലിം സമൂഹത്തിനെ തന്നെ 5 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട്. 5 വിഭാഗങ്ങളില് തങ്ങൾ, അറബീസ്, മലബാറീസ് എന്ന് പറഞ്ഞത് ഉന്നത അല്ലെങ്കിൽ മുന്നോക്ക മുസ്ലിം വിഭാഗമാണെന്നും മുസ്ലാറും ഒസൻസ് എന്ന് പറഞ്ഞ വിഭാഗങ്ങളാണ് പിന്നോക്ക മുസ്ലിം വിഭാഗങ്ങളായിട്ടും ഉള്ളതെന്നൊക്കെ ഈ രേഖകളുണ്ട്. അത് സച്ചാർ കമ്മീഷനിലും ആ രേഖകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് 193 പേജിൽ തന്നെ ആ ഒരു പരാമർശം സച്ചാർ കമ്മീഷനിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു 5 വിഭാഗങ്ങളിൽ 3 വിഭാഗക്കാർ ഉന്നത അല്ലെങ്കിൽ മുന്നോക്ക, നമ്മുടെ ബൽറാം സാറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മുന്നോക്ക മുസ്ലിങ്ങളായിരിക്കുകയും 2 വിഭാഗങ്ങൾ പിന്നോക്ക മുസ്ലിങ്ങളായിരിക്കുകയും ചെയ്യുമ്പോൾ ഈ 2 വിഭാഗത്തെ ആ പിന്നോക്കക്കാരെ വേണ്ടേ മുഖ്യമായും പരിഗണിക്കാൻ? ബാക്കിയുള്ളവരുടെ മുന്നോക്കത്തിലെ അപാകതകൾ, ആ മുന്നോക്ക വിഭാഗമായി കടന്നുകൊണ്ട് അവര് പിന്നോക്ക സംവരണം നേടുന്നതിന്റെ അപാകതകൾ എന്തുകൊണ്ടാണ് ഇവർ ചൂണ്ടിക്കാണിക്കാത്തത്? എന്നാൽ അതേസമയം തന്നെ ഈ പാവപ്പെട്ട ക്രിസ്ത്യാനികൾ ഉൾപ്പെടുന്ന വിഭാഗത്തെയൊക്കെ കൃത്യമായിട്ട് സവർണവൽക്കരിക്കാനായിട്ടും അല്ലെങ്കിൽ മുന്നോക്കക്കാരാക്കാനായിട്ടും അവർക്ക് കിട്ടുന്ന പ്രയോജനങ്ങളോ അല്ലെങ്കിൽ അർഹമായി കിട്ടുന്നത്, അന്യായമായൊന്നുമല്ല, ന്യായത്തിൽ കിട്ടുന്ന പ്രയോജനം ഇല്ലാതാക്കാനായിട്ടുള്ള രാഷ്ട്രീയ കളികൾ കളിക്കുന്നത് ശരിക്കും ഈ എന്താ പറയുക അഭിലേഷണമല്ല. അതായത് തീർച്ചയായിട്ടും അരാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളാണത്. ഓക്കെ, യെസ്, ഞാൻ അച്ഛനിലേക്ക് വരികയാണ്. നമുക്ക് ഇപ്പോൾ EWS സംവരണം അത് ക്രൈസ്തവ സമുദായത്തിൽ അർഹതപ്പെട്ടവർ അത് നേടിയെടുക്കേണ്ട ഒരു അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാഹചര്യം. ഞാനത് ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്കറിയാം, ഇതിനെതിരെ ഒരു ഗൂഢമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള നീക്കങ്ങൾ ശക്തമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതിൽ മാധ്യമങ്ങൾക്ക് പങ്കാളിത്തമുണ്ട്, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കാളിത്തമുണ്ട്. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ EWS സർട്ടിഫിക്കറ്റ് കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ആ ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെ സർക്കാർ ഒരുപക്ഷെ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരായിക്കോട്ടെ, സംസ്ഥാന സർക്കാരായിക്കോട്ടെ, ഇനി അവിടെ ഭരണകൂടങ്ങൾ മാറി വരുന്നു. ഒരു 5 വർഷം കഴിയുമ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കമ്മീഷനോ എന്തെങ്കിലും പഠന റിപ്പോർട്ടൊക്കെ എടുക്കുമ്പോൾ EWS ആനുകൂല്യം സ്വീകരിച്ചവരുടെ എണ്ണം വളരെ കുറവാണ് എന്ന് കണ്ടു കഴിയുമ്പോൾ ആ സംവരണ ശതമാനമൊക്കെ കുറയ്ക്കാനുള്ള ഒരു അങ്ങനത്തെ ഒരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതാണ്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ആനുകൂല്യം നേടിയെടുക്കുവാൻ നമുക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഏതറ്റം വരെയും പോകേണ്ട ഒരു സാഹചര്യം തന്നെയല്ലേ നിലവിലുള്ളത് അച്ഛൻ? തീർച്ചയായും ജോർജി, ഞാൻ ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ. VT ബൽറാമിന്റെ ഈ പോസ്റ്റിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ആശയം, ഒരു പാരഗ്രാഫ് പുള്ളി പറഞ്ഞിരിക്കുന്നതാണ്. 2-3 കാര്യങ്ങളാണ് ഈ കണക്കുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒന്ന്, മുസ്ലിങ്ങളെക്കാളും ഈഴവരടക്കമുള്ള പിന്നാക്ക ഹിന്ദുക്കളെക്കാളും പിന്നാക്ക ക്രിസ്ത്യാനികളെക്കാളും ഇന്ന് സംവരണത്തിന് പ്രയോജനം ലഭിക്കുന്നത് EWS വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്. ഇത് പൊതുജനങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ രാജ്യത്ത് നിലവിൽ ഭരണഘടനാനുസൃതമായി 2 സംവരണമാണ് ഉള്ളത്. ഒന്ന് ജാതി സംവരണം, മറ്റൊന്ന് സാമ്പത്തിക സംവരണം. ജാതി സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് പ്രധാനമായിട്ടും ജാതീയമായ പിന്നോക്കാവസ്ഥ നേരിടുന്ന ഹൈന്ദവ വിഭാഗങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്, ജാതി സംവരണത്തിൽ 2 കാറ്റഗറി നമുക്ക് കാണാം. ഒന്ന് അതിനെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് നമുക്ക് വിളിക്കാം. രണ്ടാമത്തേത് എന്താണ്, OBC, അതർ ബാക്ക്വേർഡ് ക്ലാസസ്. ഇതില് ജാതീയമായിട്ട് തന്നെ ചിന്തിക്കുമ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്നതാണ് പിന്നെ ജാതി സംവരണത്തിന് വരുന്നത്. പിന്നീട് മറ്റ് ക്ലാസസ് എന്ന് പറയുന്ന കാസ്റ്റ് ആൻഡ് ക്ലാസ് ഉണ്ട്, ജാതി വർഗം, മറ്റ് പിന്നാക്ക വർഗങ്ങളിലാണ് ഈ OBC വരിക. നമ്മൾ അപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒരു തരത്തിലും ഇന്ത്യയിൽ ഏതെങ്കിലും പ്രത്യേക മതത്തിന് സംവരണമില്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടല്ലോ. പ്രത്യേകമായിട്ട് ഒരു മതത്തിന് സംവരണമില്ല. ഞാൻ ഈ കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസം ഞാൻ കാണിച്ചു തരാം. പിന്നെ സ്റ്റേറ്റ് OBC ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 90ഓളം വിഭാഗങ്ങൾക്ക് OBC സംവരണം കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ആകാശ, അമ്പലക്കാരൻ എന്ന് തുടങ്ങി ആംഗ്ലോ ഇന്ത്യൻ, ഇങ്ങനെ ഹിന്ദു, ക്രിസ്ത്യൻ വിഭാഗത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഹിന്ദുക്കൾക്കും ഈ നാട്ടിൽ സംവരണം കിട്ടുന്നുണ്ടോ? ഇല്ല. മുഴുവൻ ക്രിസ്ത്യാനികൾക്ക് ഈ നാട്ടിൽ സംവരണം കിട്ടുന്നുണ്ടോ? ഇല്ല. ഉദാഹരണത്തിന് ക്രിസ്ത്യാനികളുടെ നമുക്ക് പെട്ടെന്ന് പറയാം. ഏറ്റവും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഇവിടെ സംവരണം കിട്ടുന്നത് പ്രധാനമായിട്ടും ലത്തീൻ വിഭാഗത്തിനാണ്. പിന്നെ നാടാർ വിഭാഗത്തിന് സംവരണം കിട്ടുന്നുണ്ട്. പിന്നെ OBX എന്ന് പറയുന്നത് അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു വിഭാഗത്തിന് ഇവിടെ സംവരണം കിട്ടുന്നുണ്ട്. അങ്ങനെ ക്രിസ്ത്യാനികളെല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ, എല്ലാ കാറ്റഗറിയും കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ കൂടിപ്പോയാൽ ഒരു 5% താഴെ ഇവിടെ ക്രൈസ്തവ വിഭാഗത്തിൽ ഈ ജാതീയമായിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസ് ക്ലാസ് പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ പിന്നോക്കാവസ്ഥ നേരിടുന്ന രീതിയുണ്ട്. നേരെ മറിച്ച് കേരളത്തിലുള്ള പ്രതിഭാസം എന്ന് പറയുന്നത് മുസ്ലിം, ദ വോൾ മുസ്ലിം. ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ സ്റ്റേറ്റ് OBC ലിസ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് അനുസരിച്ച് വളരെ കൃത്യമായിട്ട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മുസ്ലിമോർ മാപ്പിള ഇൻക്ലൂഡിംഗ് തുറുക്കാർ ഓർ തുറുക്കൻ ഓഫ് കാസർഗോഡ് ഡിസ്ട്രിക്ട്. അപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു, മുസ്ലിം സമുദായത്തിന് മൊത്തത്തിൽ ഇവിടെ സംവരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് എത്ര ശതമാനമാണ്? 12% സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ സംവരണം ഏതിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആകെയുള്ള, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആകെയുള്ള 27% OBC സംവരണത്തിന്റെ 12% എന്തിനു പോകുന്നു? മുസ്ലിം സമുദായത്തിന് മൊത്തമായിട്ട് സംവരണം ചെയ്തിരിക്കുന്നു. ഇത് ഭരണഘടന അനുസൃതമായിട്ട് ശരിയാണോ തെറ്റാണോ? ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ, ഈ രാജ്യത്ത് 2 സംവരണം നിലവിലുള്ളൂ. ഒന്ന് ജാതി സംവരണമാണ്, മറ്റൊന്ന് സാമ്പത്തിക സംവരണമാണ്. ഇവിടെ മതസംവരണം ഇല്ല. ആർക്കാണ് മതസംവരണം ഇവിടെ കിട്ടുന്നത്? കേരളത്തില് മുസ്ലിം സമുദായത്തിനാണ്. മുസ്ലിം സമുദായം യഥാർത്ഥത്തിൽ 12% OBC സംവരണത്തിന്റെ സാധ്യത അനുഭവിക്കുമ്പോൾ ആ 27-ൽ നിന്ന് 12% ഒരു മതവിഭാഗത്തിന് മാത്രമായിട്ട് സംവരണ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതിലൂടെ വലിയ ഒരു അനീതി ഈ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. 2 തരത്തിലാണ് ഈ അനീതി സംഭവിക്കുന്നത്. ഒന്ന്, OBC വിഭാഗത്തിലേക്ക് ലഭിക്കേണ്ട സംവരണം ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് 12% കിട്ടുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു, മറ്റ് പിന്നോക്കാവസ്ഥ നേരിടുന്ന OBC വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട സാധ്യതകൾ അവിടെ കട്ട് ഓഫ് ചെയ്യപ്പെടുന്നുണ്ട്, കുറഞ്ഞു പോകുന്നുണ്ട്. അത് ലോജിക്കലി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ സച്ചാർ കമ്മിറ്റിയിൽ അടക്കം പറഞ്ഞു മുസ്ലിം സമുദായത്തിലെ 5 വിഭാഗങ്ങളായിട്ട് തിരിക്കാം. അതിൽ തന്നെ അവസാനത്തെ 2 വിഭാഗങ്ങളാണ് ഈ സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്നത്, സാമൂഹിക പിന്നോക്കാവസ്ഥ നേരിടുന്നത്. അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ മുടി വെട്ടുന്നവർ, ബാർബർമാരായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നവർ, അതേപോലെ തന്നെ ഈ ഇവരുടെ മോസ്കുകളിൽ മുക്രി എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാമൂഹിക പിന്നോക്കാവസ്ഥ നേരിടുന്ന വിഭാഗങ്ങളെയാണ് സംരക്ഷിക്കേണ്ടതെന്നാണ് സച്ചാർ കമ്മിറ്റി അടക്കം പറഞ്ഞത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന അപകടം, മുസ്ലിം സമുദായത്തിൽ തന്നെ വലിയ ഒരു അനീതി സംഭവിക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽ യഥാർത്ഥത്തിൽ സാമൂഹിക പിന്നോക്കാവസ്ഥ നേരിടുന്ന വിഭാഗങ്ങൾ എന്നും സാമൂഹികമായിട്ട് പിന്നോക്കാവസ്ഥയിൽ തന്നെ ഇരിക്കും. നേരെ മറിച്ച് അവിടെ സംവരണത്തിന് യാതൊരു സാധ്യതയും അവകാശവും ഇല്ലാത്ത സാമൂഹികമായിട്ട് ഉയർന്നു നിൽക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊരു വലിയ അനീതിയാണ്.
ഈ രാജ്യത്തിലെ സംവരണ തത്വത്തെ അട്ടിമറിക്കുന്ന ഒരു അനീതിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിം മതസംവരണം എന്ന ഒരാശയത്തിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കുമ്പോൾ അത് മുസ്ലിം സമുദായത്തിലെ തന്നെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള സാമൂഹിക പിന്നോക്കാവസ്ഥയുള്ളവർക്ക് അത് വലിയ രീതിയിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. മറ്റ് OBC വിഭാഗത്തിലുള്ളവർക്ക് വലിയ രീതിയിൽ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു രാജ്യത്ത്, ഞാൻ വീണ്ടും പറയുന്നു, ഈ രാജ്യത്ത് ഭരണഘടന പറയുന്നതനുസരിച്ച് ജാതി സംവരണവും സാമ്പത്തിക സംവരണവും മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്ത് മതസംവരണമില്ല. മതസംവരണം ഉപയോഗിച്ച് ആരെങ്കിലും ഇത്തരത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നുണ്ട് എങ്കിൽ അത് നിയമത്തിന് മുൻപിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പൊ VT ബൽറാം എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ഈ കാര്യങ്ങൾ പഠിക്കണം. എന്നിട്ട് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ പേരിൽ തോന്നിവാസം എഴുതി വെക്കാൻ പാടില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃതലത്തിൽ നിൽക്കുന്ന ആളാണ്. ഇതിന്റെ അകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. 2025 ഏപ്രിൽ 9 അഹമ്മദാബാദിൽ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ AICCയുടെ റെസല്യൂഷൻ, അതിന്റെ പേരെന്ന് പറയുന്നത് ന്യായപഥ് എന്നായിരുന്നു. ഈ ന്യായപഥിന്റെ അകത്ത് പ്രധാനമായിട്ടും പറഞ്ഞു വെച്ചിരിക്കുന്ന 3 ആവശ്യങ്ങളുണ്ട്. അതിൽ ഏതൊക്കെയാണെന്നറിയോ? ഒന്നാമത്തേത് ജാതി സെൻസസ് നടപ്പിലാക്കുക. രണ്ടാമത്തേത് ജാതി സംവരണം നിലവിലുള്ള 50% നിന്ന് വർദ്ധിപ്പിക്കുക. 3 ജാതി സംവരണം സ്വകാര്യ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുക. എന്തുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായി ഈ ജാതി സെൻസസിന് വേണ്ടി മുറവിളി കൂട്ടുന്നു? അതിന്റെ പിന്നിലെ പൊളിറ്റിക്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഇവിടെയുള്ള പിന്നെ ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് ഉണ്ട്, റിലീജിയസ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ഹിന്ദുക്കളെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടാൻ BJP എന്ന് പറയുന്ന സംവിധാനം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയമായി. അതിനെ ഓവർകം ചെയ്യാൻ എന്താണ് വഴി? ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഹിന്ദുക്കൾക്കിടയിലെ ജാതി വേർതിരിവിനെ ട്രിഗർ ചെയ്യാൻ. ഹിന്ദുക്കൾക്കിടയിലെ ജാതി വേർതിരിവിനെ ട്രിഗർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു മതവിഭാഗം എന്ന നിലയിൽ ഹിന്ദുക്കൾ ഐക്യപ്പെടുകയല്ല, മറിച്ച് ജാതീയമായിട്ടുള്ള വേർതിരിവ് ഉണ്ട് എന്നത് വീണ്ടും ഹൈലൈറ്റ് ചെയ്യുന്നതിലൂടെ ഹിന്ദുക്കൾക്കിടയിലെ ഐക്യം അനൈക്യമാക്കി തീർക്കുക. ഒരുപക്ഷെ BJP ഗവൺമെന്റ് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ അധികമായിട്ട് ഇവിടെ ഭരിക്കുന്നതിന് കാരണം ഈ ഹിന്ദു റിലീജിയസ് ഐഡന്റിറ്റി അവരെ ഏകീകരിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതായിരുന്നു. അതിനെ മറികടക്കുന്ന ഒരു പൊളിറ്റിക്സ് ഇവിടുത്തെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുകയാണ്. അതാണ് ജാതി പൊളിറ്റിക്സ്, കാസ്റ്റ് പൊളിറ്റിക്സ്. അത് ഇവർ ഈ പറയുന്ന, നമ്മൾ ഇന്ന് ഈ പറയുന്ന വർഗീയത എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള വർഗീയത മാത്രമല്ല, ജാതീയമായിട്ടുള്ള വർഗീയതയുണ്ട്. ഞാൻ പറയും, ജാതീയമായ വർഗീയതയാണ് മതപരമായിട്ടുള്ള വർഗീയതയേക്കാൾ ഈ രാജ്യത്തെ പിന്നോട്ടടിക്കുക. കാരണം ജാതീയതയെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു സംവരണ തത്വം ഭരണഘടനാ ശില്പികൾ നടപ്പിലാക്കുകയും അത് 10 വർഷത്തിനുള്ളിൽ ആ സംവരണം സാമ്പത്തിക സംവരണത്തിലേക്ക് മാറ്റുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ ജാതി സംവരണത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതിലൂടെ ഈ രാജ്യത്തിന്റെ സാമൂഹിക സ്ഥിതിയെ വീണ്ടും വീണ്ടും ജാതി ചിന്തകൾക്ക് അടിമപ്പെടുത്താനുള്ള പരിശ്രമമാണ് നടത്തുക. അപ്പൊ അതുകൊണ്ട് VT ബൽറാം ഇത് പറയുമ്പോൾ ഒരു കാര്യവും കൂടി പറയണം. കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, കേരളത്തിൽ കഴിഞ്ഞ ഒരു 3-4 വർഷമായി SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ സഖ്യം പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമുണ്ട്, സംവരണം ജനസംഖ്യാനുപാതികമാക്കണം. കേരളത്തിലേക്ക് വരാം. നിലവിൽ OBC കാറ്റഗറിയിൽ ഏകദേശം 90ഓളം ജാതി വിഭാഗങ്ങളുണ്ട്. മുസ്ലിം എന്ന് പറയുന്ന മതവിഭാഗത്തിന് മൊത്തത്തിലാണ് സംവരണം നൽകുന്നത്. ക്രിസ്ത്യാനികൾക്കിടയിൽ 2-3 കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമാണ് സംവരണം കിട്ടുന്നത്. നിലവിലത്തെ ജനസംഖ്യാനുപാതം എന്താണ്? ഇവിടെ നമ്മൾ ഈ പ്രാവശ്യത്തെ സെൻസസ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാം, ന്യൂനപക്ഷ വിഭാഗങ്ങളായ കേരളത്തിലെ പ്രബല ന്യൂനപക്ഷ വിഭാഗങ്ങളായ ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റി എടുത്താൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ ജനസംഖ്യ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജനസംഖ്യയും വലിയ കുറവ് വന്നിട്ടില്ല, പക്ഷെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോവാന്നറിയോ? ജാതി സെൻസസ് നടപ്പിലാക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം ഒഴികെയുള്ള മതവിഭാഗങ്ങളുടെ ജനസംഖ്യ താഴെ പോകും.
ഉദാഹരണത്തിന് ഈഴവ അല്ലെങ്കിൽ ബില്ലാവ, തീയ വിഭാഗങ്ങൾ എടുക്കുക. അവരുടെ ജനസംഖ്യ താഴെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യാനുപാതികമായിട്ടുള്ള സംവരണം തത്വം നടപ്പിലാക്കണമെന്നുള്ള മുറവിളിയിലൂടെ ആരാണ് നഷ്ടം സഹിക്കേണ്ടി വരിക? ആരാണ് ലാഭം? ജനസംഖ്യയിൽ കുറവുള്ളവരുടെ, ഇപ്പം ഈഴവ ബില്ലാവ തീയ വിഭാഗങ്ങൾക്ക് 12% സംവരണം കിട്ടുന്നത് എങ്കിൽ ജനസംഖ്യാനുപാതികമായിട്ട് സംവരണം വേർതിരിക്കുമ്പോൾ അത് വീണ്ടും താഴെ പോകും, 12-ൽ നിന്ന് താഴെ പോകും. നേരെ മറിച്ച് ഇവിടെ മതസംവരണം എന്ന നിലയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇത്തരത്തിൽ ഒരു സംവരണം കിട്ടുന്നതുകൊണ്ട് അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിൽ കേരളത്തിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന 12% എന്നുള്ളത് 14-ലേക്കോ 16-ലേക്കോ ഒക്കെ വർദ്ധിക്കും. അപ്പോൾ അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം അറിഞ്ഞോ അറിയാതെയോ പ്രീണന രാഷ്ട്രീയം സ്വീകരിക്കുകയാണ്. ഇവിടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ചിന്തിക്കുമ്പോൾ അത് ഒരു മുസ്ലിം വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയമായിട്ട് അത് മാറ്റപ്പെടുകയാണ്. ഇതാണ് അപകടം. ഇനി ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിൽ EWS സംവരണം എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? ഒരു കണക്കെടുക്കട്ടെ, സർക്കാരിന്റെ കണക്ക് പുറത്തുവിടട്ടെ. ഞാൻ അതിന്റെ ഒരു വിവരാവകാശം എടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഈ 2021 ഈ സംവരണം നടപ്പിലാക്കിയ സമയത്ത് ഞാൻ ഈ പ്രദേശത്ത് EWS സംവരണത്തിന്റെ മാനദണ്ഡങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസുകളിൽ കയറിപ്പോയപ്പോൾ തൊട്ടു മുൻപ് ബഹുമാനപ്പെട്ട ആന്റണി സാർ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും മാനദണ്ഡങ്ങൾ മിക്സ് ചെയ്ത് എഴുതി വെക്കുന്നതാണ് ഞാൻ കണ്ടത്. എന്നിട്ട് അവിടെ അപേക്ഷിക്കുന്ന ഒരാൾക്ക് പോലും ഈ സംവരണം നൽകിയല്ല, ഒരാൾക്ക് പോലും നൽകുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഉദ്യോഗസ്ഥർക്ക് നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു സംവരണത്തിന്റെ സാധ്യത എന്താണെന്ന് എന്നെ പഠിക്കാൻ പ്രേരിപ്പിച്ചത് ഈ അനീതി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അവര് അർഹതപ്പെട്ടവർക്ക് ഇത് കൊടുക്കാതെ വന്നപ്പോൾ ഞാൻ ഈ വിഷയം എടുത്ത് പഠിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, 2-3 ദിവസം ഇതെടുത്ത് പഠിച്ചിട്ട് എനിക്ക് എന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട പരിധിയിൽ വരുന്ന വില്ലേജ് ഓഫീസുകളിൽ വില്ലേജ് ഓഫീസർമാരെ നേരിട്ട് ഞാൻ പോയി കണ്ട് ഈ മാനദണ്ഡങ്ങൾ അവർക്ക് കൊടുത്തു. എന്നിട്ട് ഇതനുസരിച്ചിട്ട് നിങ്ങൾ ഇത് വായിച്ച് പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അതായത് ഒരു കാര്യം കൂടി ചിന്തിക്കണം. VT ബൽറാം പറഞ്ഞതുപോലെ ഇതൊരു മുന്നാക്ക സംവരണമാണെന്ന് ഒരു തെറ്റിദ്ധാരണ ഇവിടെ പരത്തുകയാണ്. കാരണം സർക്കാർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് റിസർവേഷൻ എന്ന് പറയുന്ന ഈ സംവരണത്തിന്റെ പരിഭാഷ മലയാളത്തിലേക്ക് ആക്കിയപ്പോൾ ആദ്യ സമയത്ത് ഇതിനെ മുന്നാക്ക സംവരണം എന്നാണ്, മുന്നാക്ക വിഭാഗങ്ങളിൽ സാമ്പത്തിക പിന്നാക്കാവസ്ഥ നേരിടുന്നവർക്കുള്ള സംവരണം എന്നാണ് എഴുതി ചേർത്ത് വെച്ചത്. പിന്നീട് ഇതിന്റെ യഥാർത്ഥ മെറിറ്റ് എന്താണെന്ന് സർക്കാർ മനസ്സിലാക്കുകയും പിന്നീടുള്ള ഗവൺമെന്റ് രേഖകളിൽ അത് സംവരണ ഇതര വിഭാഗങ്ങളിൽ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണം ഒന്ന് മാറ്റുകയും ചെയ്തു. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ EWSന്റെ ഒരു കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അതിന്റെ പേര് കിടക്കുന്ന എന്താണെന്നറിയോ? മുന്നാക്ക സമുദായങ്ങളിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ എന്ന. ആ കമ്മീഷന്റെ പേര് പോലും ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പോ ഇവിടെ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. EWS വിഭാഗക്കാരെല്ലാവരും ഉയർന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉള്ളവരാണ് എന്ന്. എനിക്ക് പരിചയമുള്ള യുവാക്കളായിട്ടുള്ള ചെറുപ്പക്കാരെ എനിക്കറിയാം. അവര് അതിൽ വളരെ കൃത്യമായിട്ട് ഇവിടെയുള്ള പല പ്രമുഖ കോളേജുകളിലും പഠിക്കുന്ന സമയത്ത് ഈ സംവരണത്തിന്റെ സാധ്യത ഉപയോഗിച്ച് നല്ല ഗവൺമെന്റ് ജോലിയിൽ ശമ്പളം കിട്ടുന്ന ആളുകൾ അത്യാവശ്യം വിലയുള്ള വാഹനത്തിൽ അവരുടെ മക്കൾ വന്നിട്ട് സംവരണത്തിന്റെ ആനുകൂല്യം അനുഭവിച്ച്, ജാതി സംവരണത്തിന്റെ ആനുകൂല്യം അനുഭവിച്ച് അവര് വിദ്യാഭ്യാസം നടത്തുമ്പോൾ നമ്മൾ പറയുന്ന ഈ ഉന്നത കുലജാതരുണ്ടല്ലോ, പാവപ്പെട്ട ബ്രാഹ്മണരായിട്ടുള്ള മനുഷ്യര്, അവരുടെ ഇല്ലമൊക്കെ ക്ഷയിച്ച് ഒന്നുമില്ല, പക്ഷെ അവർക്ക് ഇപ്പോഴും സാമൂഹിക സ്ഥിതി ഉയർന്നു നിൽക്കുന്നു എന്നുള്ള വ്യാഖ്യാനമാണ്. വണ്ടിക്കൂലിക്ക് കാശില്ലാതെ നടന്ന് കോളേജുകളിൽ വന്ന് പഠിക്കുന്ന ഈ പറയുന്ന ബ്രാഹ്മണ ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ബ്രാഹ്മണരായിട്ടുള്ളവരെ. അപ്പൊ എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇവിടെ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. ഇവിടെ സാമൂഹികമായിട്ട് ഉന്നതിയുള്ളവർക്കെല്ലാം എല്ലാ സാധ്യതയും ഉണ്ട് എന്ന്. ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. ഇവിടെ പണമുള്ളവന് മാത്രമേ നല്ല വിദ്യാഭ്യാസം ലഭിക്കൂ എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ നാട്ടിൽ EWS സംവരണം എന്ന് പറയുന്ന സംവരണം നമുക്ക് കിട്ടണമെങ്കിൽ അതിന് അപേക്ഷ സമർപ്പിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടത്, ഈ സംവരണ ഇതര വിഭാഗങ്ങളിൽ 165 മുകളിൽ വിഭാഗങ്ങളെ സർക്കാർ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ തെറ്റാണ്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സംവരണരഹിത വിഭാഗങ്ങളുടെ പട്ടികയിൽ ഇവിടുത്തെ അനാഥനെ ഉൾപ്പെടുത്തിയിട്ടില്ല.
ഇവിടെയുള്ള മതമില്ലാത്തവനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അവർക്കും അവകാശപ്പെട്ടതാണ് ഈ സംവരണം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ കണക്കാക്കിയാൽ തന്നെ ഏകദേശം 165 വിഭാഗങ്ങളുണ്ട്. ആ 165 വിഭാഗങ്ങളിൽ എത്ര ആളുകൾക്ക് ഈ സംവരണം, ഇങ്ങനെ ഒരു സംവരണം ഉണ്ടെന്നറിയാം, ഈ സംവരണം കൊണ്ട് ഗുണമുണ്ടെന്നറിയാം. ഇതിന്റെ 10% സംവരണത്തിന്റെ സാധ്യത എത്ര ആളുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്? അപേക്ഷ സമർപ്പിക്കാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? ഇനി അപേക്ഷിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നിരുത്സാഹപ്പെടുത്തി വിടുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നൊരു ഉദാഹരണം പറയാം. ഇന്ന് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്ന ആളായതുകൊണ്ട് ഇന്ന് എന്നെ ഒരു ഫാമിലി വിളിച്ചു. ഇവിടെ കോഴിക്കോട്, ഇവിടെ ഈ കോടഞ്ചേരി, നെല്ലിപ്പൊയിൽ പോലെയുള്ള പ്രദേശങ്ങളിൽ ഒരു വില്ലേജ് ഓഫീസിൽ, ഞാൻ കൃത്യം സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല അവരെ വിഷമിപ്പിക്കാതിരിക്കാം, പക്ഷെ ആ പ്രദേശത്തുള്ള ഒരു വില്ലേജ് ഓഫീസിൽ EWS സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ ചെന്നു. അവര്, നമ്മൾ ഓർക്കേണ്ടത്, അവര് ഈ റേഷൻ കാർഡ്, നമ്മളുടെ അന്ത്യോദയ അന്നയോജന പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് വിഭാഗക്കാരാണ്. എന്ന് പറഞ്ഞാൽ BPL റേഷൻ കാർഡ് ഉള്ളവരാണ്. അത്രമാത്രം ദാരിദ്ര്യമായിട്ടുള്ളവരാണ്. അവര് ചെന്നിട്ട് അപേക്ഷിക്കാൻ ചെന്നപ്പോ ഈ വില്ലേജ് ഓഫീസർ നിങ്ങൾക്ക് ഇത് കിട്ടിയല്ല, പോയിക്കോന്ന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് അറിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്? അങ്ങനെ ഞാൻ വിളിച്ച് നിയമങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് അവർക്ക് ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന്റെ നടപടിയിലേക്ക് നീങ്ങിയിട്ടുള്ളത്. ഇത് ജീവിക്കുന്ന ഉദാഹരണങ്ങൾ അങ്ങനെ ഒത്തിരി എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ഈ സംവരണം ഇവിടെ നടപ്പിലാക്കരുതെന്നും ഈ സംവരണം ആർക്കും കൊടുക്കരുതെന്നും വാശിയുള്ള കുറെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഈ നാടിന്റെ ശാപമാണെന്ന് തിരിച്ചറിയണം. അവർ ഈ രാജ്യത്തെ, ഈ നാടിനെ എന്നും ജാതീയമായിട്ട് വേർതിരിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരെ നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ ആന്റണി സാറിലേക്ക് വരികയാണ്. സാർ, നമുക്കറിയാം ഈ EWS സംവരണത്തിന്റെ പ്രാധാന്യം നമ്മൾ ചർച്ച ചെയ്തു, അതിനെതിരെ സൃഷ്ടിക്കപ്പെടുന്ന തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ട ഒരു പോയിന്റ് ഉണ്ട്, നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ, ഇത് ഗ്രൗണ്ട് ലെവലിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇത് ലഭിക്കാൻ എന്നൊരു കാര്യം. പലപ്പോഴും പലർക്കും, എനിക്ക് തോന്നുന്നു ക്രൈസ്തവ സമുദായത്തിന്റെ ഉള്ളിൽ പോലും EWS എന്നൊരു വാക്ക് പലരും ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ കേൾക്കുന്നത്. ഇപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛൻ്റെ പള്ളിയിൽ അച്ഛൻ ശക്തമായിട്ട് ഇത്തരത്തിൽ തടസ്സം നേരിടുമ്പോൾ അവിടെ വിളിച്ച് ചോദിക്കുന്നു, അവിടെ ചെന്ന് കാര്യങ്ങൾ ഇടപെടുന്നു. പക്ഷേ അങ്ങനെയുള്ള വൈദികർ വളരെ കുറവാണ്. അതിനാൽ തന്നെ നമ്മുടെ സമുദായം കുറെ കൂടി ഒരു ക്രിയാത്മകമായിട്ട് ഈ വിഷയത്തിൽ ഓരോ ഇടവക കേന്ദ്രീകരിച്ചും ഹെൽപ്പ് ഡെസ്കുകൾ, രൂപത കേന്ദ്രീകരിച്ച ഹെൽപ്പ് ഡെസ്കുകൾ, ഇതിനു വേണ്ടിയിട്ടൊന്ന് വില്ലേജ് ഓഫീസിൽ പോയി ഒന്ന് തൻ്റെ ഇടത്തോടെ സംസാരിക്കാൻ കഴിയുന്ന വ്യക്തികൾ, അത്തരത്തിലേക്ക് നാം ചിന്തിക്കേണ്ടതല്ലേ? അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെ? ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ ആന്റണി. EWS സാക്ഷ്യപത്രം ലഭ്യമാകുന്നതിനും അത് സംസ്ഥാന സർക്കാരിലും കേന്ദ്ര സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ട കാര്യങ്ങളെ, അത് ആളുകളെ, താഴെ തട്ടിലുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇന്നവർക്ക് അർഹതയുണ്ട്, അത് നിങ്ങൾ വാങ്ങിയെടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ സർക്കാരിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇതുവരെ വേണ്ട പബ്ലിസിറ്റി ഇക്കാര്യത്തിൽ സർക്കാർ നൽകിയിട്ടില്ല, ഒന്നത്. രണ്ടാമത്, ഇത് കൊടുത്തിട്ടുണ്ടെങ്കിലും ആർക്കൊക്കെ കിട്ടും, കൃത്യമായിട്ട് കിട്ടുന്ന, അത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം സർക്കാരിന്റെ ഭരണവാർഷികങ്ങളൊക്കെ വലിയ മേളത്തോടുകൂടി നടത്തുമ്പം EWS എന്താണെന്ന് ഇവിടുത്തെ സാധാരണ അർഹതപ്പെട്ടവർക്ക് അറിയത്തില്ല. അപ്പൊ സർക്കാർ തലത്തിൽ ഇക്കാര്യത്തിൽ ഒരു പബ്ലിസിറ്റി കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇതിനർഹമായ എല്ലാ വിഭാഗങ്ങളും ഇതിന് വേണ്ടുന്ന പബ്ലിസിറ്റി കൊടുക്കണമെന്നൊന്നേ. ഇനി ഇത് കൂടാതെ നേരത്തെ പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ആ കാര്യത്തിൽ എനിക്ക് എൻട്രൻസ് കമ്മീഷണറോട് ഒരു റിക്വസ്റ്റ് വയ്ക്കാനുള്ളത്, പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് EWS വിഭാഗങ്ങൾ അന്യായമായി ഇക്കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്ന് പ്രസ്താവന നടത്തിയ ചാനലിനെതിരെയും പ്രസ്താവന നടത്തിയ രാഷ്ട്രീയ നേതാവിനെതിരെയും നടപടിയെടുക്കാൻ തയ്യാറാകണം എൻട്രൻസ് കമ്മീഷണർ. കാരണം എൻട്രൻസ് കമ്മീഷണറുടെ ഡിഗ്നിറ്റിയാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. പലരും ഇത് കേട്ടിട്ട് ഇത് തോന്നിവാസമാണ് ഈ കാണിക്കുന്നത്. ഇത് വാർത്തകൾ വന്നു കഴിഞ്ഞപ്പോൾ ആ താഴെ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ എഴുതിയിരിക്കുന്ന പലരുടെയും വിചാരം ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇത് പൊതുസമൂഹത്തിൽ വരുത്തിയിരിക്കുന്ന ദോഷം അല്ലെ തെറ്റിദ്ധാരണ എത്രയേറെയാണ്. ഇത് എൻട്രൻസ് കമ്മീഷണറുടെ അല്ലെ കമ്മീഷണറേറ്റിന്റെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഈ ചാനലിനെതിരെയും അതുപോലെ തന്നെ ഈ വ്യക്തിക്കെതിരെയും വേണ്ട നടപടി സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, EWS കുറച്ചുകൂടി പൊതുജനങ്ങൾക്ക് അല്ലെ സാധാരണക്കാർക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംവരണരഹിത വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ 2-3 കാര്യങ്ങൾ ചെയ്യണം. OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ പോലെ പ്രായത്തിന്റെ ഇളവ് അനുവദിക്കണം. അതുപോലെ തന്നെ വീടിന്റെ വിസ്തൃതി, താമസിക്കുന്ന സ്ഥലത്തിന്റെ വിസ്തൃതി എന്ന മാനദണ്ഡങ്ങൾ മാറ്റണം. ഈ പ്രധാന മാനദണ്ഡങ്ങൾ മാറ്റിയെങ്കിൽ മാത്രമേ കേരളത്തിൽ നിന്ന് കേന്ദ്ര സർവീസിലേക്കും കേന്ദ്ര സ്ഥാപനങ്ങളിലേക്കും വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി ആളുകൾ പോകത്തുള്ളൂ. എന്തുകൊണ്ടാണ് നമുക്ക് ഇതുവരെ ഇതൊന്നും മനസ്സിലാകാത്തത്? നമ്മുടെ സർക്കാരിന് എന്താ ഇത് മനസ്സിലാകാത്തത്? കേരളത്തിന്റെ പ്രതിനിധികളായിട്ട് ഏത് വിഭാഗത്തിൽ നിന്നുള്ളവരാണേലും
കേന്ദ്ര സർക്കാരിൽ ജോലിക്ക് വരട്ടെ. അത് നമ്മുടെ പ്രാതിനിധ്യമല്ലേ കൂട്ടുന്നത് കേരളത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ. പണ്ട് കാലത്ത് കേരളത്തിൽ നിന്ന് IAS, IPS, IFSകാരുടെ എണ്ണം കൂടുതലുണ്ടായിരുന്നു ഒരു കാലഘട്ടം വരെ. എന്താണ് അതിന്റെ കാരണങ്ങളൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അന്ന് കേരളത്തിന് ആവശ്യമുള്ളതൊക്കെ നേടിയെടുത്ത ഒരു കാലഘട്ടമായിരുന്നു, ഇല്ലേ? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ വേണ്ട സമ്മർദ്ദം ചെലുത്തുമ്പോൾ കേരളത്തിന് വേണ്ടുന്നത് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഈ സാക്ഷ്യപത്രങ്ങൾ നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ നിർബന്ധിക്കണം, അല്ലെ അവരെ ബോധ്യപ്പെടുത്തണം, അർഹതപ്പെട്ട എല്ലാവർക്കും ഇത് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തണമെന്ന്. കാരണം അങ്ങനെ കിട്ടാത്തത് കൊണ്ട് മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവര് EWS ആനുകൂല്യങ്ങൾ നേടിയെടുക്കുമ്പോൾ പല ഉന്നത വ്യക്തികളും, അല്ലെ, സാമ്പത്തികമായി കേരളത്തിലെ ആളുകളെക്കാളും ഉയർന്ന തലത്തിലുള്ള ആളുകൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഈ ആനുകൂല്യം നേടിയെടുക്കുമ്പോൾ കേരളത്തിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന സാധാരണക്കാർ, സാമുദായികമായി മുന്നോക്കം എന്ന് നേരത്തെ ഇവർ പറഞ്ഞതുപോലെ സാമുദായികമായി മുന്നോക്കത്തിൽ ജനിച്ചുപോയി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അവന് യാതൊന്നിനും അർഹതയില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് ഈ 2-3 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. ഈ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണ മാറ്റാൻ എൻട്രൻസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടൽ തന്നെ ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ലാസ്റ്റ് അമലിലേക്ക് വരികയാണ്. നമുക്കറിയാം അമൽ, ഇപ്പോൾ അച്ഛൻ സൂചിപ്പിച്ചു, ഇപ്പോൾ ഒരു ടിക്കറ്റ് എടുത്ത് കോളേജിലേക്ക് ബസ് ടിക്കറ്റിന് പോലും പൈസ ഇല്ലാതെ അങ്ങനെ കഷ്ടപ്പെടുന്ന ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട നിരവധി പേര് ഉദാഹരണം അച്ഛൻ സൂചിപ്പിക്കുകയുണ്ട്. അതുപോലെ ഈ മുന്നോക്ക സമുദായത്തിൽ ജനിച്ചു എന്ന ഒരൊറ്റ കുറ്റം ചെയ്തതിൻ്റെ പേരിൽ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന നിരവധി പേർ നമ്മുടെ ചുറ്റിലുണ്ട്. അപ്പോൾ ഇത്തരക്കാരെ ഒരു മോശമായി ചിത്രീകരിക്കുന്ന ഒരു ട്രെൻഡ് ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു. നമുക്കറിയാം ബ്രാഹ്മണിക്കൽ ഹെബ്ജിമണി പോലുള്ള വിവാദങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന വിവാദം ഒക്കെ നമുക്ക് കണ്ടതാണ്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ EWS സംവരണം അട്ടിമറിക്കാനുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ഒരു നീക്കം നാം ഇപ്പോൾ ചർച്ച ചെയ്ത വിഷയങ്ങളിലേക്ക് ഒരു പശ്ചാത്തലത്തിൽ നാം സംശയിക്കേണ്ടതല്ലേ? അതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും? വളരെ ചുരുങ്ങിയ വാക്കുകൾ, സമയം അതിക്രമിച്ചു. തീർച്ചയായും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിന് കൃത്യമായ മറുപടികൾ ശരിക്കും പറഞ്ഞാൽ അച്ഛന്റെ വാക്കുകളിലുണ്ട്. കൃത്യമായി ആ ഒരു രാഷ്ട്രീയ അജണ്ടകളുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഒരു തരംതിരിക്കലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. നമുക്കറിയാം, വേടൻ പോലെയുള്ള ഒരു വ്യക്തി അവിടെ പാട്ട് പാടാനായിട്ട് വന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലൂടെ അവിടെ വലിയൊരു ാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഉണർത്തിവിട്ടത്. എല്ലാവരുടെയും ഈ വേടന്റെ പോസ്റ്റ് എല്ലാം ഒരു ജാതി ചിന്ത ഉണർത്തുന്ന പോസ്റ്റുകളായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിഭജനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ ഒരു കാഴ്ചപ്പാട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലൊട്ടാകെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമതൊരു കാര്യം, ഇനി ഈ ഇതുപോലുള്ള സുറിയാനി ക്രിസ്ത്യാനികളിലെ ക്രിസ്ത്യൻ സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിന് അവിടെ ഒരു മുന്നോക്കക്കാരാണെന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഈ ക്രിസ്ത്യാനികളുടെ തന്നെ അതേ സ്റ്റാറ്റസ് ഉള്ള ഒരു വിഭാഗം തന്നെയല്ലേ മുസ്ലിങ്ങൾ. അതായത് ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയൊക്കെ ഒരു കാലഘട്ടത്തിൽ വിളിച്ചുകൊണ്ടിരുന്നത് മാപ്പിളമായിരുന്നു. മാപ്പിള വിഭാഗത്തിൽ ഇവർ ശരിക്കും പറഞ്ഞ ക്ലാസ് മാപ്പിളയാണ്. ഈ മാപ്പിള ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ഈ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒന്നായിട്ട് പരിഗണിച്ചുകൊണ്ട് ഈ 12% മാപ്പിള സംവരണത്തിൽ ഈ ക്രിസ്ത്യാനികളെ ഉൾപ്പെടുത്തുക. അപ്പൊ പിന്നെ ഈ മുന്നോക്ക ക്രിസ്ത്യാനി എന്നുള്ള വിളി വേണ്ട, ഞങ്ങൾക്ക് പിന്നോക്ക വിളി തന്നെ പോകട്ടെ. ആ രീതിയിലേക്ക് 12%ത്തിലേക്ക് ബാക്കിയുള്ള ക്രിസ്ത്യാനികളെ ഉൾപ്പെടുത്താനുള്ള ശ്രമം ഈ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ VT ബൽറാമിനെ പോലുള്ളവര് ഒന്ന് നേതൃത്വം എടുത്ത് ചെയ്തു തരികയായിരുന്നെങ്കിൽ അത് വളരെ പ്രയോജനകരമായിരുന്നു. അല്ലെങ്കിൽ നാളെയും ഇതുപോലെയുള്ള ഈ വിളികൾ കേൾക്കേണ്ട, മാത്രമല്ല ഈ സമൂഹത്തിന് അല്പം നീതിയും കൂടെ കിട്ടിയാനെ, ഇവിടെയുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് അർഹമായിട്ടുള്ള ആ ഒരു നീതിയും കൂടെ ലഭിച്ചാനെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഈ OBC സംവരണം അല്ലെങ്കിൽ എന്താണ് EWS സംവരണത്തിലുള്ള വ്യത്യാസം? എന്താണ് പ്രധാനമായിട്ടും അതിന്റെ ക്രൈറ്റീരിയ വ്യത്യാസമാണ്. EWS നമുക്കറിയാം, ഇതിന് അച്ഛൻ നേരം സൂചിപ്പിച്ചു, 2.5 ഏക്കറിന്റെ ക്രൈറ്റീരിയ, 4 ലക്ഷത്തിന്റെ ക്രൈറ്റീരിയ. ഇത് കൂടാതെ 2 സെന്റ് അല്ലെങ്കിൽ 3 സെന്റ് ഭൂമി വീടുള്ളവന് EWS കിട്ടത്തില്ല. അല്ലെങ്കിൽ 6 സെന്റ് ഭൂമിയിൽ വീടുള്ളവന് EWS കിട്ടാത്ത ഒരു ക്രൈറ്റീരിയ ആണ് EWS കൊണ്ട് വെച്ചിരിക്കുക. എന്നാൽ അതേസമയം OBC കാറ്റഗറിയിലെ ക്രൈറ്റീരിയ എന്താണ്? 8 ലക്ഷം രൂപ വാർഷിക വരുമാനം എന്നൊരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രീമി ലെയർ പരിധി പോലെ OBCക്ക് ഉള്ളൂ. കഴിഞ്ഞ ഈ 2019 EWS കമ്മീഷന്റെ സിറ്റിംഗ് നടന്ന സമയത്ത് സർക്കാരിൽ നിന്ന് വന്ന, ധനകാര്യ വകുപ്പിൽ നിന്ന് വന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടെ പരാമർശിച്ച കാര്യം ഇതാണ്: OBC സംവരണം പറ്റുന്നതില് 1,15,00,000 രൂപ വാർഷിക വരുമാനം ഉള്ളവരുണ്ടെന്നാണ് പറഞ്ഞത് അദ്ദേഹം. 1,15,00,000 രൂപ വരുമാനം ഉള്ളവർക്ക് പോലും OBC സംവരണം കിട്ടും. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ OBC സംവരണത്തിന് വരുമാനം നിർണ്ണയിക്കുന്നത് ഈ കാർഷിക വരുമാനമോ അങ്ങനെയുള്ള വരുമാനമൊന്നും അല്ല. പകരം ഇവരുടെ കൃത്യമായ രീതിയിലേക്ക് വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ ആ രീതിയിൽ കൃത്യമായിട്ടൊരു വരുമാനം അതിനകത്തുണ്ട്. ആ വരുമാനമാണ് ഇവിടെ പരിഗണിക്കുക 8 ലക്ഷത്തില്. അല്ലാതെ കാർഷിക മേഖലയിൽ നിന്ന് വരുന്നവരുടെ വരുമാനമോ മറ്റു മേഖലയിൽ നിന്ന് വരുന്ന വരുമാനമോ ഒന്നും ഇവരുടെ വാർഷിക വരുമാനമായിട്ട് ഇതിനകത്ത് ഡയറക്റ്റ്ലി കയറി വരുന്നതല്ല.
യെസ് അപ്പൊ യെസ് അതുകൊണ്ട് തന്നെ 1 കോടി രൂപയ്ക്ക് മേലുള്ളവർ പോലും OBC സംവരണം നേടുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ 4 സെന്റ് സ്ഥലത്ത് വീട് മാത്രം ഉള്ളവന് ഈ EWSൽ കയറാതെ അവിടെ ഓപ്പൺ കാറ്റഗറിയിൽ മത്സരിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് വരുന്നത്. ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇവിടെ ജനസംഖ്യാനുപാതികമായിട്ടാണ് സംവരണം കൊടുക്കേണ്ടത് VT ബൽറാമിനെ പോലുള്ള ആൾക്കാർ പറയുവാണെങ്കിൽ, അങ്ങനെ അനുപാതികമായിട്ട് സംവരണം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് വാദിക്കാത്തത്? അവിടെ അത് മാത്രം അനീതിയായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ചിന്തകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു ന്യായം പോലും ഇല്ലാത്ത ചിന്തകളായിട്ട് നമുക്ക് പരിഗണിക്കാൻ ഓക്കെ സാധിക്കത്തുള്ളൂ. ഓക്കെ പിന്നെ നാലാമതായിട്ടൊരു കാര്യം, ഒന്നാമത്തെ കാര്യം, ഈ കോൺഗ്രസ്സുകാരെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഒന്ന് വായിക്കണം. അതായത് അന്ന് ഈ ഭരണഘടന എന്ന് ഉറക്കെ വിളിക്കുകയും ഈ പുസ്തകം എടുത്ത് പൊക്കിപ്പിടിക്കുകയും ചെയ്യുന്നവര് അന്ന് ഈ ഭരണഘടന ഉണ്ടാക്കാൻ നടന്ന ചർച്ചകളൊന്ന് വായിക്കാനായിട്ട് ഇവർ തയ്യാറാണെന്നാണ് മനസ്സിലാക്കുന്നത്. യെസ് യെസ് ഈ ഭരണഘടനാ അസംബ്ലിയുടെ ഡിബേറ്റ്സിൽ, ചർച്ചകൾക്കകത്ത് പ്രത്യേകമായിട്ടും അവിടെയുള്ള പ്രമുഖരായിട്ടുള്ള നമ്മുടെ അംബേദ്കർ ആകട്ടെ, സർദാർ വല്ലഭായ് പട്ടേൽ ആകട്ടെ, മാത്രമല്ല ഇവിടെ ക്രിസ്ത്യൻ ഡിനോമിനേഷനായ നമ്മുടെ ജെറോം ഡിസൂസ എന്ന് പറയുന്ന അച്ഛനുണ്ട്. ഇവരൊക്കെ അവിടെ സംസാരിച്ച വാക്കുകൾക്ക് ഒരു അല്പം വിലയെങ്കിലും കൊടുക്കണം. ജാതീയമായിട്ടോ മതപരമായിട്ടോ രാജ്യത്തെ വിഭജിച്ച് അവിടെ ഡിവിഷൻ ഉണ്ടാക്കി ആൾക്കാരുടെ ഇടയിൽ കലഹം ഉണ്ടാക്കരുത് എന്നാണ് അതിനകത്ത് പ്രത്യേകം ഓക്കെ പരാമർശിച്ചുകൊണ്ട് ഇതുപോലുള്ള വിവേചനങ്ങളെ അവസാനിപ്പിക്കണമെന്നാണ് അതിനകത്ത് യെസ് ചർച്ചയ്ക്കകത്ത് പറഞ്ഞിരിക്കുക. ഓക്കെ ഓക്കെ അങ്ങനെയാണ് 10 വർഷത്തേക്ക് മാത്രമായിട്ട് ഒരു വിഭജനം വരുന്ന ഈ ചെറിയൊരു ജാതി സംവരണം പോലും ഒരു 10 വർഷത്തേക്ക് മാത്രമായിട്ട് ഓക്കെ പരിമിതപ്പെടുത്തുകയും ഓക്കെ ബാക്കിയുള്ള ന്യൂനപക്ഷ മതസംവരണമൊക്കെ ന്യൂനപക്ഷ അവകാശങ്ങളിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ യെസ് സംവരണമൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വന്നത്. അപ്പം ഓക്കെ ഇവിടെ വിഭജനം ഉണ്ടാകരുത് എന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവിടെ മുറവിളി കൂട്ടിയ ഈ പഴയ പൂർവിക തലമുറയൊക്കെ നമസ്കരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു നവലിബറൽ പ്രസ്ഥാനത്തിലൂടെ ഉയർന്നു വരുന്ന നേതാക്കൾ ഇവിടെ ഓക്കെ ഓക്കെ വിഭജനത്തിന് വേണ്ടി ഇവിടെ എന്താ പറയുന്നത് മുറവിളി കൂട്ടുന്ന ആള് നമ്മൾ യെസ് കാണുന്ന യെസ് വിരോധാഭാസം. യെസ് യെസ് വളരെ വ്യക്തമാണ്. ഞാൻ സമയം അതിക്രമിച്ചുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. വളരെ സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങളാണ് ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്തത്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് നീതി ലഭ്യമാക്കിയ വലിയൊരു സംവിധാനമാണ് EWS സംവിധാനം. അതിനെതിരെ തെറ്റിദ്ധാരണജനകമായിട്ടുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നവരുടെ ഗൂഢ അജണ്ട തീർച്ചയായിട്ടും തിരിച്ചറിയുക. മാത്രമല്ല അതിന് അർഹരായിട്ടുള്ളവർ ആ EWS ആനുകൂല്യം എന്ത് വില കൊടുത്തും നേടിയെടുക്കണമെന്ന ശക്തമായിട്ടുള്ള സന്ദേശം തന്നെയാണ് ഇന്നത്തെ ചർച്ച മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ സബിൻ തുമ്മുളിൽ, ഒപ്പം തന്നെ ശ്രീ ആന്റണി ചമ്പക്കുളം, ഒപ്പം ശ്രീ അമൽ സിറിയക്ക്, 3 പേർക്കും